എല്ലാ വിദ്യാർത്ഥികൾക്കും CATCയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വർക്ക് എനർജി പവർ എന്ന ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് വർക്കിനെ പറ്റിയിട്ടും എനർജിയെ പറ്റിയിട്ടും പവറിനെ പറ്റിയിട്ടുമൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായി. ആ ചാപ്റ്ററിൽ നിങ്ങൾ മെയിനായിട്ടും ഫോക്കസ് ചെയ്യേണ്ടത് വർക്കും എനർജിയും, ആ രണ്ട് സെക്ഷൻസാണ്. പവറിനെ പറ്റിയിട്ട് വളരെ കുറച്ച് കാര്യങ്ങളെ നമുക്ക് ആ പാഠഭാഗത്തിൽ പഠിക്കാനുള്ളൂ. അത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പുതിയ ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേരാണ് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ചാപ്റ്ററിൽ നമ്മൾ ആദ്യമായിട്ട് പഠിക്കുവാൻ പോകുന്ന ടോപ്പിക്ക് എന്ന് പറയുന്നത് എന്താണ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്നാണ്. ഓക്കെ, യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്താണ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പറയുന്നത് നമ്മുടെ യൂണിവേഴ്സിലെ, നമ്മുടെ പ്രപഞ്ചത്തിലെ മാസ്സുള്ള ഏതൊക്കെ രണ്ട് വസ്തുക്കൾ നമ്മൾ എടുത്താലും, ഏതെങ്കിലും രണ്ട് വസ്തുക്കൾ നമ്മൾ എടുത്താലും ഈ രണ്ട് വസ്തുക്കൾ തമ്മിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടായിരിക്കും. അത് ഏത് വസ്തുവും ആയിക്കൊള്ളട്ടെ. ഇപ്പം വളരെ ദൂരെ ഇരിക്കുന്ന രണ്ട് വസ്തുക്കൾ എടുത്താലും വളരെ അടുത്തിരിക്കുന്ന രണ്ട് വസ്തുക്കൾ നമ്മൾ കൺസിഡർ ചെയ്താലും ഈ രണ്ട് വസ്തുക്കൾ തമ്മിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് എപ്പോഴും അനുഭവപ്പെടുന്നുണ്ട്. ഈ അട്രാക്റ്റീവ് ഫോഴ്സിനെ പറ്റിയിട്ടാണ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പറയുകയാണ്. ഇപ്പം നമ്മൾ രണ്ട് വസ്തുക്കൾ കൺസിഡർ ചെയ്യുകയാണ്. ഒന്നാമത്തെ വസ്തുവിനെ ഞാൻ എ എന്ന് വിളിക്കുന്നു, അതുപോലെ രണ്ടാമത്തെ വസ്തുവിനെ ഞാൻ ബി എന്ന് വിളിക്കുകയാണ്. ഇപ്പോൾ രണ്ട് വസ്തുക്കൾ കൺസിഡർ ചെയ്യുന്നു. അതിൽ എ എന്ന വസ്തുവിൻ്റെ മാസ് ഞാൻ പറയുകയാണ് m1 എന്നതാണ്. അതുപോലെ ബി എന്ന വസ്തുവിൻ്റെ മാസ് എന്നത് m2 ആണെന്ന് വിചാരിക്കുക. രണ്ട് വസ്തുക്കൾ കൺസിഡർ ചെയ്തു. ഒന്ന് എ, അടുത്തത് ബി ആണ്. അതിൽ എ എന്ന വസ്തുവിൻ്റെ മാസ് m1 ആണ്. അതുപോലെ ബി എന്ന് പറയുന്ന രണ്ടാമത്തെ വസ്തുവിൻ്റെ മാസ് m2 ആണെന്നും വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് വസ്തുക്കൾ തമ്മിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടായിരിക്കും. ആ അട്രാക്റ്റീവ് ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നതാണ് ഈ ലോയിലൂടെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത്. അപ്പം ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഈ m1 മാസും m2 മാസുമുള്ള ഈ രണ്ട് വസ്തുക്കൾ ഇരിക്കുന്നത് ഒരു d ഡിസ്റ്റൻസ് അകലെയാണെന്ന് വിചാരിക്കുക. ഓക്കെ, രണ്ട് വസ്തുക്കൾ തമ്മിൽ ഉള്ള ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് d ആണെന്ന് ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ ലോ അനുസരിച്ച് ഈ രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പ്രോഡക്റ്റ് ഓഫ് ദെയർ മാസസ്. ഈ രണ്ട് വസ്തുക്കളുടെ മാസുകളുടെ പ്രോഡക്റ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും ഇവർ തമ്മിലുള്ള ഈ അട്രാക്റ്റീവ് ഫോഴ്സ്. അതായത് ഇതിലേതെങ്കിലും ഒരു ഒബ്ജക്റ്റിൻ്റെ മാസ് ഞാൻ ഇൻക്രീസ് ചെയ്താൽ അത് ആ അട്രാക്റ്റീവ് ഫോഴ്സിനെയും ബാധിക്കും. അതായത് മാസ് കൂടുന്നതനുസരിച്ച് ഈ അട്രാക്റ്റീവ് ഫോഴ്സും കൂടി വരും. ഇനി ഈ രണ്ടാമത്തെ വസ്തു m2ൻ്റെ മാസ് ഞാൻ കൂട്ടുകയാണെങ്കിലും എന്ത് തന്നെ സംഭവിക്കുന്നത്? ഇവർ തമ്മിലുള്ള ഈ അട്രാക്റ്റീവ് ഫോഴ്സ് കൂടി തന്നെയാണ് വരുന്നത്. ഇനി മാസ് കുറയ്ക്കുകയാണെങ്കിലും ഈ അട്രാക്റ്റീവ് ഫോഴ്സ് എന്ത് ചെയ്യും? അത് കുറഞ്ഞു വരും. അപ്പം മാസിൽ എന്ത് വേരിയേഷനാണോ ഉണ്ടാകുന്നത് അതിനനുസരിച്ച് അതേ വേരിയേഷൻ എവിടെയും ഉണ്ടാകുന്നുണ്ട്, ഫോഴ്സിലും ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് പറയാം ഇവർ തമ്മിലുള്ള ഈ അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇവരുടെ മാസുകളുടെ പ്രോഡക്റ്റിന് എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഇവർ തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ഞാൻ അതിനെ d എന്നാണ് വിളിച്ചിരിക്കുന്നത്. ഈ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും ഈ അട്രാക്റ്റീവ് ഫോഴ്സ്. അതായത് നമ്മൾ ഡിസ്റ്റൻസ് കൂട്ടുകയാണ് എന്ന് വിചാരിക്കുക. ഈ രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ ഇൻക്രീസ് ചെയ്യുകയാണ്. ഡിസ്റ്റൻസ് കൂട്ടുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഈ അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് അത് കുറഞ്ഞായിരിക്കും വരുന്നത്. ഡിസ്റ്റൻസും അട്രാക്റ്റീവ് ഫോഴ്സും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യിക്കുന്നതനുസരിച്ച് അവർ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് എന്ത് ചെയ്താൽ വരുന്നത്? കുറഞ്ഞാണ് വരുന്നത്. അതുപോലെ തന്നെ ഡിസ്റ്റൻസ് ഞാൻ കുറയ്ക്കുകയാണെന്ന് വിചാരിച്ചു. അതായത് ദൂരെ ഇരുന്ന രണ്ട് വസ്തുക്കളെ ഞാനെടുത്ത് അടുത്ത് വെക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ
ആ അട്രാക്റ്റീവ് ഫോഴ്സ് എന്ത് ചെയ്യും? അവിടെ ഇപ്പോൾ ഡിസ്റ്റൻസ് കുറഞ്ഞല്ലോ. ഡിസ്റ്റൻസ് കുറയുകയാണെങ്കിൽ അട്രാക്റ്റീവ് ഫോഴ്സ് എന്ത് ചെയ്യും? വളരെയധികം അത് ഇൻക്രീസ് ചെയ്യും. അതാണ് രണ്ടാമത്തെ പോയിന്റിലൂടെ പറയുന്നത് എഫ് ഈസ് പ്രപ്പോർഷണൽ ടു 1 ഡിവൈഡഡ് ബൈ ഡി സ്ക്വയർ. അതായത് ഫോഴ്സും ഡിസ്റ്റൻസും എന്താണ്? ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ രണ്ടിൻ്റെയും ലെഫ്റ്റ് സൈഡിൽ ഫോഴ്സാണ് കിടക്കുന്നത്. റൈറ്റ് സൈഡിൽ ഒന്നിൽ M1 M2 അടുത്തതിൽ 1 ഡിവൈഡഡ് ബൈ ഡി സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ കൂടെ അങ്ങ് കമ്പൈൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ലഭിക്കുന്നത് എഫ് ഈസ് പ്രപ്പോർഷണൽ ടു ഓക്കെ M1 M2 ഞാൻ മുകളിലായിട്ട് എഴുതി, ഡി സ്ക്വയർ ഞാൻ താഴെയായിട്ട് എഴുതി. അപ്പോൾ നമുക്ക് എങ്ങനെ ലഭിച്ചിരിക്കുന്നത്? എഫ് ഈസ് പ്രപ്പോർഷണൽ ടു M1 M2 ഡിവൈഡഡ് ബൈ ഡി സ്ക്വയർ എന്നാണ്. അപ്പം ഈ ഒരു ഒറ്റ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. അതായത് M1 M2 ഈ ഒരു ഫ്രാക്ഷൻ്റെ മുകളിൽ കിടക്കുകയാണ്. അപ്പം നമുക്ക് പറയാം M1 M2 മാസുകളുടെ പ്രോഡക്റ്റ് കൂടുകയാണെങ്കിൽ അത് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അട്രാക്റ്റീവ് ഫോഴ്സും എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ ആ ഡിസ്റ്റൻസ് കൂടുകയാണെങ്കിലോ? ഡിസ്റ്റൻസ് താഴെ കിടക്കുന്നത്, ഒരു ഫ്രാക്ഷൻ്റെ താഴെ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാം ഇത് കൂടുകയാണെങ്കിൽ ഇവിടുത്തെ ഫോഴ്സ് എന്താ ചെയ്യുന്നത്? അത് ഡിക്രീസാണ് ചെയ്യുന്നത്. ഇനി ഡിസ്റ്റൻസ് കുറയുകയാണെങ്കിലോ ഫോഴ്സ് എന്ത് ചെയ്യും? അത് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ ഒരു പ്രൊപ്പോർഷണാലിറ്റി സൈൻ കിടപ്പുണ്ട്. അപ്പോൾ നമുക്കത് എന്ത് ചെയ്യണം? ആ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റണം. എപ്പോഴും പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ ഇക്വേഷനിൽ ഒരു കോൺസ്റ്റൻറ്റ് വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ ജി ആണ്. ഇതിൻ്റെ പേര് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് എന്നാണ്. ഓക്കെ, ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന കോൺസ്റ്റൻറ്റിൻ്റെ പേര് ക്യാപിറ്റൽ ലെറ്റർ ജി, അവൻ അറിയപ്പെടുന്നത് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് എന്നാണ്. അപ്പോൾ നമുക്ക് ആ കോൺസ്റ്റൻറ്റ് വെച്ച് മൾട്ടിപ്പിൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും നോക്കി? ദാറ്റ് ഈസ് എഫ് കോൺസ്റ്റൻറ്റ് വന്നു കഴിഞ്ഞാൽ പ്രപ്പോർഷണാലിറ്റി സൈൻ മാറി എന്താകും? ഈക്വൽ സൈൻ ആകും. സോ എഫ് ഈസ് ഈക്വൽ ടു എന്താ ഞാൻ എഴുതുന്നത്? ക്യാപിറ്റൽ ജി ഞാൻ എഴുതി. പിന്നെന്താ ഉള്ളത്? M1 ഉണ്ട്, പിന്നീട് M2 ഉണ്ട്, പിന്നീട് ഡിവൈഡഡ് ബൈ ഡി സ്ക്വയർ. ഈ ഒരു ഇക്വേഷനാണ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ അനുസരിച്ച് നമ്മൾ ഫോഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. എന്താ ഇക്വേഷൻ? എഫ് ഈസ് ഈക്വൽ ടു ജി M1 M2 ഡിവൈഡഡ് ബൈ ഡി സ്ക്വയർ എന്നാണ്. ഇവിടെ ജിയുടെ പേര് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് എന്നാണ്. ഇതിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, നിങ്ങൾ പഠിച്ചു വെക്കുക. ക്യാപിറ്റൽ ജി അഥവാ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് അത് 6.67 ഇൻറ്റു 10⁻⁻11 എന്നതാണ് ഈ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. പരീക്ഷയ്ക്ക് പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ വാല്യൂ ആവശ്യമായിട്ട് വരും. അപ്പോൾ ജിയുടെ വാല്യൂ എന്താ മക്കളെ? 6.67 ഇൻറ്റു 10⁻11 എന്നാണ്. അതുപോലെ തന്നെ ഇതൊരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഉറപ്പായിട്ടും ഇതിനൊരു യൂണിറ്റും ഉണ്ട്, ഒരു ഡയമെൻഷനും ഉണ്ട്. പരീക്ഷയ്ക്ക് ഒരു മാർക്കിന് ചോദിക്കാം ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റ് എന്താണ്, അതല്ലെങ്കിൽ അതിൻ്റെ ഡയമെൻഷൻ എന്താണ്. അത് നിങ്ങൾ ഒരിക്കലും കാണാതെ പഠിച്ച് വെക്കണ്ട. ഈ ഇക്വേഷനിൽ നിന്ന് അത് മനസ്സിലാക്കിയെടുക്കണം അതെങ്ങനെയാണ് വരുന്നത്. അതായത് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എഫ് ഇക്വൽ ടു ജി M1 M2 ഡിവൈഡഡ് ബൈ ഡി സ്ക്വയർ എന്നാണ്. അതായത് മാസുള്ള രണ്ട് വസ്തുക്കളും അവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് നമുക്കുണ്ടെങ്കിൽ അവർക്കിടയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിച്ചെടുക്കാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. ജിയുടെ വാല്യൂ നമുക്കറിയാം, ഒന്നാമത്തെ വസ്തുവിൻ്റെ മാസ് അറിയാം, രണ്ടാമത്തതിൻ്റെ മാസ് അറിയാം, അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്കറിയാമെങ്കിൽ വളരെ എളുപ്പത്തിൽ ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അവർക്കിടയിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് കണ്ടുപിടിച്ചെടുക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഈ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റും ഡയമെൻഷനും എഴുതുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ആദ്യമായിട്ട് എങ്ങനെ നമുക്ക് യൂണിറ്റ് എഴുതാമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ഈ ഇക്വേഷനിൽ നിന്ന് ജിക്ക് ഒരു എക്സ്പ്രഷൻ എഴുതാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എഫ് ഇക്വൽ ടു ജി M1 M2 ഡിവൈഡഡ് ബൈ ഡി സ്ക്വയർ എന്നതാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇതിൽ നിന്ന് ജിക്ക് ഒരു ഇക്വേഷൻ എഴുതുകയാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ എഫിൻ്റെ താഴെ ഒരു 1 ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതൊരു ഫ്രാക്ഷനാണ്, ഇതും ഒരു ഫ്രാക്ഷനാണ്. രണ്ട് ഫ്രാക്ഷൻ ഈക്വലായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുഞ്ഞു ക്ലാസ് തൊട്ടേ പഠിക്കുന്നതാണ്. എന്താ മക്കളെ? രണ്ട് ഫ്രാക്ഷൻ ഈക്വലായിട്ട് വരികയാണെങ്കിൽ ഇതാണ്ട് ഇങ്ങനെ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുന്നതിന് ഈക്വൽ ആയിരിക്കും ഇങ്ങനെ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പറയാം ദാറ്റ് ഈസ് എഫ് ഇൻറ്റു ഡി സ്ക്വയർ. എഫ് ഇൻറ്റു ഡി സ്ക്വയർ അതിന് ഈക്വലാണ് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? ഇതാണ്ട് ജി M1 M2 ഇൻറ്റു 1. അപ്പോൾ നമുക്ക് വരുന്നു ജി M1 M2 ഇൻറ്റു 1 എന്ന് വെച്ചാൽ അത് തന്നെ. അപ്പോൾ ഇതിൽ നിന്നും എനിക്ക് ജിയുടെ എക്സ്പ്രഷൻ എഴുതാമല്ലോ. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ജി ഞാൻ അവിടെ അങ്ങ് നിർത്തി ഒന്നും ചെയ്തില്ല. M1 M2 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനെങ്കിൽ എന്ത് ചെയ്യാം? ഇവിടെ കൊണ്ട് ഡിവൈഡ് ചെയ്യാമല്ലോ. അപ്പോൾ എന്താ വരുന്നത് മക്കളെ?
ദാറ്റ് ഈസ് എഫ് ഇൻറ്റു ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ താഴെ എന്താ മക്കളെ ഉള്ളത് m1 ഉണ്ട് പിന്നീട് m2 ഉണ്ട്. അപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് g ഇസിക്വൽ ടു എഫ് ഇൻറ്റു ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ m1 m2 എന്നാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ജിയുടെ യൂണിറ്റും ഡയമെൻഷനും പഠിച്ചു വെക്കാൻ പോകുന്നത്. ഒരിക്കലും നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കരുത്. ഇക്വേഷൻ പ്രകാരം അത് വരുന്ന രീതി മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് യൂണിറ്റ് ചെയ്യണം ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റിൻ്റെ എഫ് ഇൻറ്റു ഡി സ്ക്വയർ എന്നാണ്. അപ്പോൾ നമുക്കറിയാം എഫ് എന്ന് വെച്ചാൽ ഫോഴ്സ് ആണ്. ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്താ മക്കളെ, അത് ന്യൂട്ടൺ ആണ്. പിന്നീട് ഇവിടെ ഒരു ഇൻറ്റു ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറാണ് കിടക്കുന്നത്. നമുക്കറിയാം ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ്. സോ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ എന്താ വരുന്നത്, ദാറ്റ് ഈസ് മീറ്റർ സ്ക്വയർ. അപ്പം ന്യൂട്ടൺ ഇൻറ്റു ഉണ്ട് ഇടുന്നില്ല, അപ്പം ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. അപ്പം ന്യൂട്ടൺ ഇൻറ്റു മീറ്റർ സ്ക്വയർ എന്നാണ് മനസ്സിലാക്കി വെച്ചേക്കണം. ഡിവൈഡഡ് ബൈ പിന്നീട് m1 m2 ഉള്ളത്. m1 എന്ന് പറയുന്നത് മാസാണ്, m2 എന്ന് പറയുന്നത് മാസാണ്. നമുക്കറിയാം മാസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണ്. അപ്പം ഇവിടെയും യൂണിറ്റ് കിലോഗ്രാം വരും, ഇവിടെയും യൂണിറ്റ് കിലോഗ്രാം വരും. കിലോഗ്രാം ഇൻറ്റു കിലോഗ്രാം എന്താ മക്കളെ വരുന്നത്, അത് കിലോഗ്രാം സ്ക്വയർ എന്നാണ് വരുന്നത്. അപ്പം നമുക്ക് കിട്ടി ജിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ. അല്ലെങ്കിൽ ഇതിനെങ്ങനെ എഴുതാം, നമുക്ക് ഒന്നുകൂടെ അഡ്ജസ്റ്റ് ചെയ്താൽ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. ഈ കിലോഗ്രാം സ്ക്വയർ താഴെ കിടക്കുകയല്ലേ, നമുക്ക് അതിനെ മുകളിലോട്ട് കൊണ്ടുവരില്ല. അപ്പോൾ എന്താ വരുന്നത്, കിലോഗ്രാം എഴുതി. ഈ സ്ക്വയർ മുകളിലോട്ട് വരുമ്പോൾ എന്താ വരുന്നത്, +2 എന്നുള്ളത് ഈ ഫ്രാക്ഷന് മുകളിലേക്ക് വരുമ്പോൾ എന്തായിട്ട് മാറും, അത് -2 ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് യൂണിറ്റ് കിട്ടി. എന്താ കിട്ടിയിരിക്കുന്നത്, ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കിലോഗ്രാം റേസ് ടു -2 എന്നാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ യൂണിറ്റ് കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡ്. ഇനി നമുക്ക് ഡയമെൻഷൻ കണ്ടുപിടിക്കണം. അതും ഇതുപോലെ തന്നെ ചെയ്തു വരുന്ന വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്കറിയാം ഫോഴ്സിൻ്റെ ഡയമെൻഷൻ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നതാണ്. നമ്മൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് എന്ന ചാപ്റ്ററിൽ ഒരുവിധപ്പെട്ട എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെയും ഡയമെൻഷൻ നമ്മൾ പഠിച്ചതാണ്. നമുക്കറിയാം ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് m(L)T റേസ് ടു -2 ആണ്. കാര്യം മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ് ഫോഴ്സ് എന്ന് പറയുന്നത്. സോ m(L)T റേസ് ടു -2 ആണ് ഫോഴ്സിൻ്റെ ഡയമെൻഷൻ. പിന്നീട് ഒരു ഇൻറ്റു, ഇനിയുള്ളത് ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ അല്ലേ മക്കളെ. ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഈ എന്താ ലെങ്ത് ആണ്. ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ നമുക്കറിയാം, അത് ക്യാപിറ്റൽ L ആണ്. സോ L² ഡിവൈഡഡ് ബൈ, ഇനി താഴെയുള്ളത് m1 ഇൻറ്റു m2 എന്നാണല്ലോ. m1ഉം m2 ഒക്കെ മാസ്സാണ് നമുക്കറിയാം. മാസിൻ്റെ ഡയമെൻഷൻ നമ്മൾ ക്യാപിറ്റൽ M അല്ലേ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയും ക്യാപിറ്റൽ M തന്നെ, ഇവിടെയും ക്യാപിറ്റൽ M തന്നെ. m ഇൻറ്റു m എന്താ മക്കളെ വരുന്നത്, അത് m² എന്നാണ് വരുന്നത്. ഇതിന് എന്ത് ചെയ്താൽ മതി, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ ഒരു m ഉണ്ട്. അപ്പോൾ മനസ്സിലാക്കി വെച്ചേക്കണം, m എന്ന് വെച്ചാൽ അതിൻ്റെ പവർ എപ്പോഴും എത്ര ആയിരിക്കും, അത് 1 ആണെന്ന് മനസ്സിലാക്കി വെച്ചേക്കണം. സോ m(1) എന്നാണത്. ഇനി എല്ലിൻ്റെ ടേം എന്തൊക്കെയുണ്ട്, ഇവിടെ ഒരു L ഉണ്ട്, അതായത് ഇതൊരു L(1) ആണെന്ന് മനസ്സിലാക്കണം. ഇതൊരു L² ആണ്. L(1) ഇൻറ്റു L(2) എന്താ വരുന്നത്, L(3), അതായത് a(m) ഇൻറ്റു a(n) എന്ന് വെച്ചാൽ നമുക്കറിയാം അത് a(m+n) ആണ്. സോ L(1) ഇൻറ്റു L(2) ചെയ്താൽ L(1+2) എന്നാകും. 1+2 എന്ന് പറഞ്ഞാൽ എത്രയാണത്, 3 ആണ്. അപ്പോൾ m(1) L(3) ആയി. ഇനി ഉള്ളത് ടിയുടെ ടേം ആണ്. അപ്പോൾ ടിയുടെ ടേം ചെയ്യണമെങ്കിൽ അതിന് മുമ്പായിട്ട് ഇവിടെ ഒരു താഴെ ഒരു m² കിടപ്പുണ്ടല്ലോ. അപ്പോൾ അതിനെയും കൂടെ നമുക്ക് അങ്ങ് എന്ത് ചെയ്യാം, മുകളിലോട്ട് കൊണ്ടുവരാമല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കി, m² ഇങ്ങ് മുകളിലേക്ക് വരികയാണെങ്കിൽ അതെന്തായിട്ട് മാറും, ഇത് +2 അല്ലേ. ഫ്രാക്ഷൻ്റെ മുകളിലേക്ക് വരികയാണെങ്കിൽ എന്തായിട്ടാണ് മാറുന്നത്, -2 ആയിട്ടാണ് മാറുന്നത്. ഇവിടെ ഒരു m(1) ഓൾറെഡി ഉണ്ടല്ലോ. അപ്പോൾ ഇത് മുകളിലോട്ട് വരുമ്പോഴത്തേക്ക് m(1), ഇത് മുകളിലോട്ട് വരുമ്പോഴത്തേക്ക് -2 എന്നല്ലേ വരുന്നത്. ഇത് m(1), m² മുകളിൽ വരുമ്പോൾ എന്താ വരുന്നത്, -2 എന്നാണ് വരുന്നത്. സോ 1 - 2 എന്ന് പറഞ്ഞാൽ എന്ത് വരുന്നത്, 1 - 2 എന്ന് പറയുമ്പോഴത്തേക്ക് -1 ആണ് വരുന്നത്. അപ്പോൾ എമ്മിൻ്റെ പവർ എന്തായിട്ട് മാറി, m(-1) ആയിട്ട് മാറി. അപ്പോൾ എങ്ങനെയാണ് എമ്മിൻ്റെ പവർ -1 ആയെന്ന് മനസ്സിലായോ. ഇവിടെ എമ്മിൻ്റെ പവർ 1 ആണ്, ഇവിടെ എമ്മിൻ്റെ പവർ 2 ആണ്. അപ്പോൾ m(1) ഡിവൈഡഡ് ബൈ m(2) എന്നല്ലേ കിടക്കുന്നത്. നമ്മൾ എക്സ്പോണൻസ് ആൻഡ് പവേഴ്സിലൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പം a(m) ഡിവൈഡഡ് ബൈ a(n) എന്ന് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് a(m-n) എന്നാണ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഇത് ചെയ്യുമ്പോഴത്തേക്ക് m(1) ബൈ m(2) എന്നാണ്. അപ്പോൾ അത് m(1 - 2) എന്ന് വരും. 1 - 2 എന്ന് പറയുന്നത് -1 ആണ്. പിന്നീട് എല്ലിൻ്റെ സിംപ്ലിഫൈ ചെയ്തപ്പം L³ എന്ന് കിട്ടി. ഇനി എന്താ ഉള്ളത്, ടിയുടെ ടേം അല്ലേ ഉള്ളൂ. ടിയുടെ ഈ ഒരൊറ്റ ടേമേ ഉള്ളൂ, വേറൊന്നുമില്ല. അപ്പോൾ അതെന്താ വന്നിരിക്കുന്നത്, t(-2) എന്നാണ്. അപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന ഡയമെൻഷൻ എന്ന് പറയുന്നത് m(-1) L³ t(-2). വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഡയമെൻഷൻ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. ഇത് പരീക്ഷയ്ക്ക് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റിൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കുക എന്നുള്ളത്.
ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ജനറലായിട്ട് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കി വെക്കണം. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്നതാണ്. ഇതനുസരിച്ച് നമ്മുടെ യൂണിവേഴ്സിലെ ഏതെങ്കിലും രണ്ട് വസ്തുക്കൾ എടുത്താൽ, മാസ്സുള്ള ഏതെങ്കിലും രണ്ട് വസ്തുക്കൾ നമ്മൾ കൺസിഡർ ചെയ്താൽ, വളരെ ദൂരെ ഇരിക്കുന്ന വസ്തുവായാലും വളരെ അടുത്തിരിക്കുന്ന രണ്ട് വസ്തുക്കളായാലും ഇവർ തമ്മിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് എപ്പോഴും ഉണ്ടായിരിക്കും. ഓക്കെ, ഈ അട്രാക്റ്റീവ് ഫോഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ഇക്വേഷനാണ് ഈ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷനിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ ലോ പറയുന്നത് ഈ മാസ്സുള്ള രണ്ട് വസ്തുക്കൾ നമ്മൾ കൺസിഡർ ചെയ്താൽ ഇവർ തമ്മിലുള്ള ഈ അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് അവരുടെ മാസ്സുകളുടെ പ്രോഡക്റ്റിന് എന്താണ്, ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതുപോലെ തന്നെ ഈ രണ്ട് മാസ്സുള്ള വസ്തുക്കൾ തമ്മിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. ആ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് ഈ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് രണ്ട് ഇക്വേഷൻ കൂടെ ഒരുമിച്ച് കമ്പൈൻ ചെയ്ത് എഴുതുകയാണെങ്കിൽ ലഭിക്കുന്നത് F ഈസ് പ്രൊപ്പോർഷണൽ ടു m1 m2 ഡിവൈഡഡ് ബൈ d² എന്നാണ്. പ്രൊപ്പോർഷണാലിറ്റി സൈൻ ഉണ്ടായിരുന്നു, അത് മാറ്റാൻ വേണ്ടി എന്ത് ചെയ്തു, ഒരു കോൺസ്റ്റൻറ്റ് വെച്ച് മൾട്ടിപ്പിൾ ചെയ്തു. അപ്പോൾ നമുക്ക് ലഭിച്ചത് F = g m1 m2 ഡിവൈഡഡ് ബൈ d² എന്നാണ്. ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഫോഴ്സ് എല്ലാം എന്ത് ചെയ്യുന്നത്, കണ്ടുപിടിച്ചെടുക്കുന്നത്. പിന്നീട് നമ്മൾ പറഞ്ഞത് ഈ ഉപയോഗിച്ച കോൺസ്റ്റൻ്റെ പേര് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്. അതുപോലെ തന്നെ അതിൻ്റെ വാല്യൂ നമ്മൾ പഠിച്ചു 6.67 × 10⁻11 എന്നതാണ്. പിന്നീട് മനസ്സിലാക്കേണ്ട കാര്യം ഈ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റും ഡയമെൻഷനും എങ്ങനെ കണ്ടുപിടിക്കാം, അതിപ്പോൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു. യൂണിറ്റ് നമുക്ക് ലഭിച്ചത് Nm²/kg² അല്ലെങ്കിൽ Nm²/kg⁻². അതുപോലെ തന്നെ ഡയമെൻഷൻ m⁻⁻1 L³ T⁻². ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് എല്ലാവരും. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തത് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്നൊരു ടോപ്പിക്കാണ്. അപ്പോൾ എന്താണ് ഈ ലോ എന്ന് എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, നമ്മൾ കുഞ്ഞു ക്ലാസ്സിലേക്ക് കേട്ടിട്ടുള്ള ഒരു സാധനമാണ് ഈ സ്മോൾ ലെറ്റർ G എന്ന് പറയുന്നത്. ഇതിൻ്റെ പേര് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്നാണ്. അതായത് ഒരു വസ്തു എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ഫലമായിട്ട് താഴേക്ക് വീഴുന്ന സമയത്ത് ആ വസ്തുവിനുണ്ടാകുന്ന ആക്സിലറേഷനാണ് ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ തൊട്ട് മുന്നത്തെ സെക്ഷനിൽ നമ്മൾ വേറൊരു G കണ്ടു, അത് ക്യാപിറ്റൽ G ആണ്. അതിൻ്റെ പേര് നമ്മൾ പഠിച്ചത് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് എന്നാണ്. ഇതിൻ്റെ വാല്യൂ ഒക്കെ നമ്മൾ പഠിച്ചു വെച്ചു. ഈ ഒരു സെക്ഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ സ്മോൾ ലെറ്റർ Gയും ഈ ക്യാപിറ്റൽ ലെറ്റർ Gയും തമ്മിലുള്ള റിലേഷനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്മോൾ ലെറ്റർ Gയും ക്യാപിറ്റൽ ലെറ്റർ Gയും തമ്മിലുള്ള റിലേഷൻ, അവർ തമ്മിലുള്ള ബന്ധം എന്താണ്. അപ്പം റിലേഷൻ ബിറ്റ്വീൻ G ആൻഡ് G എന്നതാണ് നമ്മളുടെ ടോപ്പിക് എന്ന് പറയുന്നത്. റിലേഷൻ ബിറ്റ്വീൻ G ആൻഡ് G. ഫസ്റ്റ് G എന്ന് പറയുന്നത് എന്താ, അത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. സെക്കൻഡ് G എന്ന് പറയുന്നത് അത് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ആ ഒരു റിലേഷൻ, ആ ഒരു ബന്ധമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യുവാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത്, ഓക്കെ, ഞാൻ നമ്മുടെ എർത്തിനെ കൺസിഡർ ചെയ്യുകയാണ്. ഓക്കെ, നമ്മുടെ എർത്ത് കൺസിഡർ ചെയ്യുകയാണ്. ഞാൻ പറയുകയാണ് ഈ എർത്തിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ R ആണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ നമ്മുടെ എർത്ത് കൺസിഡർ ചെയ്യുന്നു. എർത്തിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് എന്താണ് മക്കളെ, അത് ക്യാപിറ്റൽ ലെറ്റർ R ആണെന്ന് ഇരിക്കട്ടെ. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ പറയുകയാണ് ഈ എർത്തിൻ്റെ മാസ് എന്ന് പറയുന്നത് അത് ക്യാപിറ്റൽ ലെറ്റർ M ആണ്. പറഞ്ഞ് മനസ്സിലായോ? എർത്ത് കൺസിഡർ ചെയ്തു. എർത്തിൻ്റെ റേഡിയസ് ഏകദേശം അപ്രോക്സിമേറ്റ്ലി ഞാൻ പറയുകയാണ് R ആണ്. നമുക്കറിയാം എർത്ത് എന്ന് പറയുന്ന കറക്റ്റ് ഒരു സ്ഫെറിക്കൽ ഷേപ്പുള്ള വസ്തുവൊന്നും അല്ല. അതിൻ്റെ ഷേപ്പിനെ നമ്മൾ ജിയോയിഡ് എന്നൊക്കെയാണ് വിളിക്കുന്നത്. അതായത് ഇക്വേറ്ററിൽ അതിൻ്റെ റേഡിയസ് മാക്സിമവും പോളാർ റീജിയനിൽ അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് മിനിമം ഒക്കെയാണ്. അതൊക്കെ നമുക്കറിയാവുന്ന കേസാണ്. നമ്മളിവിടെ പറയുന്നത് ഏകദേശം ഒരു ആവറേജ് വാല്യൂ ഉള്ള ഒരു റിസൾട്ടാണ് നമ്മൾ R ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ക്യാപിറ്റൽ R എന്നാണ് അതിനെ നമ്മൾ വിളിക്കുന്നത്. അതുപോലെ എർത്തിൻ്റെ മാസിനെ നമ്മൾ ക്യാപിറ്റൽ M എന്ന് നമ്മൾ വിളിക്കുകയാണ്. ഓക്കെ, ഇനി ചെയ്യുന്നത് ഈ എർത്തിൻ്റെ സർഫസിലായിട്ട് ഞാനൊരു വസ്തുവിനെ ഞാൻ കൊണ്ടുവച്ചു. അതിൻ്റെ മാസിനെ ഞാൻ സ്മോൾ ലെറ്റർ M എന്ന് വിളിക്കുകയാണ്. പറഞ്ഞ് മനസ്സിലായോ? അപ്പോൾ എർത്ത് കൺസിഡർ ചെയ്തു. എർത്തിൻ്റെ മാസ് ക്യാപിറ്റൽ M ആണ്. എർത്തിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ R ആണ്. അതുപോലെ തന്നെ എർത്തിൻ്റെ സർഫസിലായിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു വസ്തുവിനെ ഞാൻ കൊണ്ടുവച്ചു. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഒബ്ജക്റ്റ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവെക്കുകയാണ്. ഇവിടെ കൊണ്ടുവച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, എർത്ത് എന്ന് പറയുന്നത് ഒരു മാസുള്ള വസ്തുവാണ്. അതിൻ്റെ മാസിനെ ഞാൻ ക്യാപിറ്റൽ M എന്നാണ് വിളിച്ചത്. സർഫസിൽ കൊണ്ടുവച്ച വസ്തുവിനും ഒരു മാസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിനെ ഞാൻ സ്മോൾ ലെറ്റർ M എന്നാണ് ഞാൻ വിളിച്ചത്.
എർത്തിൻ്റെ റേഡിയസ് പറയുന്നത് ക്യാപിറ്റൽ R ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഈ എർത്തും അതുപോലെ തന്നെ ഈ സർഫസിൽ കൊണ്ടുവച്ച ഈ വസ്തുവായ ഈ സ്മോൾ ലെറ്റർ എമ്മും തമ്മിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉറപ്പായിട്ടുമുണ്ട്. യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ അനുസരിച്ച് യൂണിവേഴ്സിലുള്ള മാസമുള്ള ഏതൊക്കെ രണ്ട് വസ്തുക്കൾ എടുത്താലും ഇവർ തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, എപ്പോഴും ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് അവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇപ്പം നിങ്ങൾ വിചാരിക്കുക, ഇപ്പം നിങ്ങൾ രണ്ട് കൂട്ടുകാരടുത്ത് നിൽക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്ക് മാസമുണ്ട്, നിങ്ങൾ തമ്മിലൊരു പ്രത്യേക ഡിസ്റ്റൻസ് അകലെയാണ് ഇരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ തമ്മിൽ ഉറപ്പായിട്ടും ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് അവിടെ ഉണ്ടായിരിക്കും. പക്ഷേ അത് നമുക്കവിടെ ഫീൽ ചെയ്യാറില്ല. അതായത് ഇപ്പോൾ നിങ്ങൾ അടുത്ത് നിൽക്കുന്ന കൂട്ടുകാരൻ്റെ അടുത്തേക്ക് പോവുകയോ അല്ലെങ്കിൽ ആ കൂട്ടുകാരൻ നീങ്ങി നിങ്ങളുടെ അടുത്തേക്ക് വരികയോ ഒന്നും ചെയ്യുന്നില്ല. കാരണം എന്ന് പറയുന്നത് ഈ അട്രാക്റ്റീവ് ഫോഴ്സ് അവിടെ എന്ന് പറയുന്നത് വളരെ വീക്കാണ്, വളരെ ദുർബലമാണ് ഈ അട്രാക്റ്റീവ് ഫോഴ്സ്. അപ്പോൾ ഈ അട്രാക്റ്റീവ് ഫോഴ്സ് വളരെ വളരെ വീക്ക് ആയതുകൊണ്ടാണ് നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാത്തത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ അനുസരിച്ച് ഈ ഒരു കേസിൽ ഇവിടുത്തെ അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും മക്കളെ? അത് എഫ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ലെറ്റർ G, അതാണ് നമ്മുടെ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്. ഇവിടുത്തെ ഒന്നാമത്തെ വസ്തു എന്ന് പറയുന്നത് നമ്മുടെ എർത്ത് അല്ലേ. എർത്തിൻ്റെ മാസിനെ നമ്മൾ ക്യാപിറ്റൽ M എന്നാണല്ലോ വിളിച്ചത്. സോ എഫ് ഇസ് ഈക്വൽ ടു G ക്യാപിറ്റൽ M. ഇനി സർഫസിൽ കൊണ്ടുവച്ച വസ്തുവിൻ്റെ മാസ് സ്മോൾ ലെറ്റർ M അല്ലേ. അപ്പോൾ അത് GM ഇൻറ്റു പിന്നെ സ്മോൾ m എന്നായി ഡിവൈഡഡ് ബൈ ഇവിടുത്തെ ഡിസ്റ്റൻസ് പറയുന്നത് ഈ സെൻറ്റർ തൊട്ട് ഇവിടെ വരെ ഏകദേശം എത്ര ഉള്ളത്? ക്യാപിറ്റൽ ലെറ്റർ R അല്ലേ. അപ്പോൾ ഞാനവിടെ R² എന്ന് എഴുതി. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് F ഇസ് ഈക്വൽ ടു GMM ഡിവൈഡഡ് ബൈ R² എന്നതാണ്. ഇതിൽ ക്യാപിറ്റൽ M എന്ന് പറയുന്നത് മാസ് ഓഫ് ദി എർത്ത് ആണ്, സ്മോൾ m എന്ന് പറയുന്നത് സർഫസിൽ കൊണ്ടുവച്ച വസ്തുവിൻ്റെ മാസാണ്, R എന്ന് പറയുന്നത് എർത്തിൻ്റെ എന്താണ്? റേഡിയസ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട് എഫ് എന്ന് പറയുന്നത് എഫ് ഇസ് ഈക്വൽ ടു നിങ്ങൾ mg എന്നൊരു ഇക്വേഷൻ നിങ്ങൾ പഠിക്കുന്നുണ്ട് കുഞ്ഞു ക്ലാസ്സിൽ. മാസ് ഇൻറ്റു G ആണ് എന്തെന്ന് പറയുന്നത്? എഫ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കിടക്കുന്ന എഫിൻ്റെ സ്ഥാനത്ത് എനിക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഈ mg ഇട്ട് കൊടുക്കാമല്ലോ. സോ എഫിൻ്റെ സ്ഥാനത്ത് mg ഇട്ട് കൊടുത്തു. സോ mg ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ എന്തോ ഉള്ളത്? G ഉണ്ട്, ക്യാപിറ്റൽ M ഉണ്ട്, സ്മോൾ ലെറ്റർ M ഉണ്ട്, ഡിവൈഡഡ് ബൈ താഴെ എന്താ ഉള്ളത്? R² ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതാണ്ടേ ഈ സ്മോൾ ലെറ്റർ എമ്മും ഇവിടുത്തെ സ്മോൾ ലെറ്റർ എമ്മും ഞാൻ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ബാക്കി ഇവിടെ എന്താ ഉള്ളത്? G ഈസ് ഈക്വൽ ടു GM ഡിവൈഡഡ് ബൈ R². അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടിയിരിക്കുകയാണ്. സ്മോൾ ലെറ്റർ G ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ലെറ്റർ G ഇൻറ്റു ക്യാപിറ്റൽ ലെറ്റർ M ഡിവൈഡഡ് ബൈ R². ഇതാണ് റിലേഷൻ കണക്റ്റിംഗ് G ആൻഡ് G എന്ന് പറയുന്നത്. അതായത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റിൻ്റെ കൂടെ എർത്തിൻ്റെ മാസ് മൾട്ടിപ്പിൾ ചെയ്തിട്ട് അതിൻ്റെ, അതായത് എർത്തിൻ്റെ റേഡിയസിൻ്റെ സ്ക്വയർ വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. ആ കിട്ടുന്ന റിസൾട്ട് ആയിരിക്കും എന്തെന്ന് പറയുന്നത്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമിന് നിങ്ങളോട് വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ G ആൻഡ് G എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരൊറ്റ എക്സ്പ്രഷൻ എഴുതി വെച്ചേക്കണം. എന്താണത്? G ഈസ് ഈക്വൽ ടു GM ഡിവൈഡഡ് ബൈ എന്താണ്? R² ആണ്. ഓക്കെ, അപ്പം ഈ ഒരു എക്സ്പ്രഷൻ നിങ്ങൾ ബുക്കിനകത്തേക്ക് നോട്ട് ചെയ്ത് വെക്കുക. ഈ ഒരു ഹെഡിങ് എഴുതിയിട്ട് ഈ ചിത്രമൊക്കെ വരച്ച് ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേരെ ബുക്കിനകത്തേക്ക്. ഓക്കെ, അപ്പം എല്ലാവരും അത്രയും നോട്ട് ചെയ്ത് കഴിഞ്ഞ് കാണും എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇനി എല്ലാവരും ബോർഡിലേക്ക് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് റിലേഷൻ ബിറ്റ്വീൻ G ആൻഡ് G ആണ്. അതായത് G എന്ന് പറയുന്നത് GM ഡിവൈഡഡ് ബൈ എന്താണ്? R² ആണ്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പം ഞാൻ ഇതിനൊന്ന് ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുകയാണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ എനിക്ക് എന്താ ലഭിക്കുന്നത്? അതായത് ഇവിടെ ഒരു 1 ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുന്ന സമയത്ത് എനിക്ക് ലഭിക്കുന്നത് GR² ഈസ് ഈക്വൽ ടു എന്തെന്നാണ് വരുന്നത്? G ഇൻറ്റു M എന്നാണ് വരുന്നത്. സംശയമൊന്നുമില്ലല്ലോ. GR² എന്ന് പറയുന്നത് എന്താണ്? G ഇൻറ്റു M എന്നാണ്.
അപ്പോൾ ഈ ഒരു ഇക്വേഷനകത്തുനിന്ന് എനിക്ക് വേണമെങ്കിൽ എർത്തിൻ്റെ മാസിന് ഒരു എക്സ്പ്രഷൻ എഴുതാം. അതായത് എർത്തിൻ്റെ മാസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമ്മളുടെ കയ്യിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഉണ്ടെന്ന് വിചാരിക്കുക, എർത്തിൻ്റെ റേഡിയസ് ഉണ്ടെന്ന് വിചാരിക്കുക, അതുപോലെ തന്നെ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റെ വാല്യൂ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എർത്തിൻ്റെ മാസ് നമുക്ക് എന്ത് ചെയ്യാം? വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കും. എന്തുമായിരിക്കും മക്കളെ എക്സ്പ്രഷൻ വരുന്നത്? ഈ എം അവിടെ അങ്ങ് നിർത്തുക, ഈ ജി ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചിരിക്കുകയല്ലേ, അതിവിടെ കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്ത് വരുന്നത്? GR² ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ലെറ്റർ G. ഈ ഇക്വേഷൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം മക്കളെ? എർത്തിൻ്റെ മാസ് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിച്ചെടുക്കാൻ സാധിക്കും. പരീക്ഷയ്ക്ക് വേണമെങ്കിൽ ചോദിക്കാം. എർത്തിൻ്റെ റേഡിയസും ജിയുടെ വാല്യൂ ഒക്കെ തന്നിട്ട് എർത്തിൻ്റെ മാസ് കണ്ടുപിടിക്കാൻ ചോദിക്കുകയാണെങ്കിൽ ഈ എക്സ്പ്രഷൻ അതങ്ങ് ഇട്ട് കൊടുത്താൽ മതി. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. GR² ഡിവൈഡഡ് ബൈ എന്താണ് മക്കളെ? G എന്നാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പം നമ്മൾ എർത്തിൻ്റെ മാസിൻ്റെ ഒരു എക്സ്പ്രഷൻ എഴുതി. ഇനി പരീക്ഷയ്ക്ക് വേണമെങ്കിൽ എർത്തിൻ്റെ ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ ചോദിക്കാം. എന്താ പറഞ്ഞേ? ഇപ്പോൾ നമ്മൾ എർത്തിൻ്റെ മാസ് കണ്ടുപിടിക്കുന്ന എക്സ്പ്രഷൻ നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് വേണമെങ്കിൽ എർത്തിൻ്റെ ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ ചോദിക്കാം. ഡെൻസിറ്റി അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കണം എങ്ങനെയാണ് ഈ ഡെൻസിറ്റി നമ്മൾ എർത്തിൻ്റെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡെൻസിറ്റി നമ്മൾ സാധാരണയായിട്ട് റോ എന്ന ലെറ്റർ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പഠിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചു വെക്കുക. എർത്തിൻ്റെ ഡെൻസിറ്റിയെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലെറ്റർ എന്താണ്? റോ എന്നാണ്. ഇതെങ്ങനെ വായിക്കുന്നത്? റോ എന്നതാണ്. അപ്പം നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്ന ഒരു എക്സ്പ്രഷനാണ്. അതായത് ഡെൻസിറ്റി റോ എന്ന് പറയുന്നത്, ഡെൻസിറ്റി കണ്ടുപിടിക്കുന്ന എക്സ്പ്രഷൻ എന്ന് പറയുന്നത് കുഞ്ഞു ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നതാണ്. മാസ് ഡിവൈഡഡ് ബൈ വോളിയം. ഈ ഒരു എക്സ്പ്രഷൻ വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കുഞ്ഞു ക്ലാസ് തൊട്ടേ നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? ഡെൻസിറ്റി കണ്ടുപിടിക്കുന്നത്. അതായത് ടോട്ടൽ മാസിനെ അവിടുത്തെ വോളിയം വെച്ച് എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ആ ഒബ്ജക്റ്റിൻ്റെ എന്ത് കിട്ടും? നമുക്ക് ഡെൻസിറ്റി കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ നമുക്ക് ഡെൻസിറ്റി എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും എന്നൊന്ന് മനസ്സിലാക്കി നോക്കാം. അതായത് റോ ഇസിക്വൽ ടു മാസ് ഡിവൈഡഡ് ബൈ വോളിയം എന്നാണ്. അപ്പോൾ മാസിൻ്റെ എക്സ്പ്രഷൻ തൊട്ട് മുന്നേ നമ്മൾ എഴുതി വെച്ചു അല്ലേ? മാസിൻ്റെ എക്സ്പ്രഷൻ എന്താ കിട്ടിയിരിക്കുന്നത്? അതായത് GR² ഡിവൈഡഡ് ബൈ G എന്നാണ്. അപ്പം ഈ കിടക്കുന്ന മാസിൻ്റെ സ്ഥാനത്ത് എനിക്ക് എന്തിട്ട് കൊടുക്കാം? ഈ GR² ഡിവൈഡഡ് ബൈ എന്തിടാം മക്കളെ? ക്യാപിറ്റൽ G ഇടാം. അപ്പം മാസിൻ്റെ സ്ഥാനത്തുള്ള സംഭവങ്ങളായി. ഇനി എന്താ ഉള്ളത്? ഡിവൈഡഡ് ബൈ ഉണ്ട്. ഓക്കെ, ഇനി താഴെയുള്ളത് വോളിയം ആണല്ലോ. അപ്പോൾ വോളിയം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. ഏകദേശം കറക്റ്റ് സ്ഫിയർ ഒന്നും അല്ല എർത്ത്. നമ്മൾ ഏകദേശം ഈ പ്രോബ്ലം ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് എർത്ത് ഒരു ഏകദേശം സ്ഫിയർ ആണെന്ന് അസ്യൂം ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്ഫിയറിൻ്റെ വോളിയം കണ്ടുപിടിക്കുന്ന ഫോർമുല നമ്മൾ കുഞ്ഞു ക്ലാസ്സിലെ പഠിക്കുന്നതല്ലേ മക്കളെ? എന്താ സ്ഫിയറിൻ്റെ വോളിയം കണ്ടുപിടിക്കുന്ന ഫോർമുല? അത് 4/3 πr³ എന്നല്ലേ? 4/3 ഡിവൈഡഡ് ബൈ πr³ എന്ന എക്സ്പ്രഷൻ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഏതൊരു സ്ഫിയറിൻ്റെയും വോളിയം കണ്ടുപിടിക്കുന്നത്. ഇവിടുത്തെ കേസിൽ ഈ R എന്ന് പറയുന്നത് എർത്തിൻ്റെ റേഡിയസ് ആണ്. അതിനെ നമ്മൾ ക്യാപിറ്റൽ R എന്നാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താ വരുന്നത്? വോളിയം എന്ന് പറയുന്നത് 4/3 π എഴുതി. R എന്ന് പറയുന്നത് എർത്തിൻ്റെ റേഡിയസ് ആണ്. അതിനെ നമ്മൾ ക്യാപിറ്റൽ R എന്ന മക്കളെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താ വരുന്നത്? അത് R³ എന്നായി. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ആണെങ്കിൽ എന്താ വരുന്നത്? ദാറ്റ് ഈസ് റോ ഈസ് ഈക്വൽ ടു നമുക്ക് ലഭിക്കുന്നത് ഇവിടെ മുകളിൽ GR² ഡിവൈഡഡ് ബൈ ഒരു G ഉണ്ട്. അതുപോലെ തന്നെ താഴെ ഒരു 4/3 πr³ ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ GR² ഡിവൈഡഡ് ബൈ G എന്ന് പറയുന്നത് ഒരു ഫ്രാക്ഷനാണ്. ഈ കിടക്കുന്ന 4 πr³ ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുന്നത് എന്ത് തന്നെ? ഒരു ഫ്രാക്ഷനാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ റെസിപ്രോക്കൽ എടുക്കുമ്പോഴത്തേക്ക് ആര് മോളിപ്പോവും? 3 മോളിപ്പോവും. ഈ 4 πr³ അങ്ങ് എവിടെ വരും? താഴെ വരും. അപ്പോൾ അതാണ്ട് 3 അങ്ങ് മോളിപ്പോയി. 4 πr³ അങ്ങ് എവിടെ വന്നു മക്കളെ? അങ്ങ് താഴെ വന്നു. പറഞ്ഞ് മനസ്സിലായല്ലോ? അതാണ്ട് ഇവിടുത്തെ ഒരു R² അതുപോലെ തന്നെ ഇവിടുത്തെ R³ ഒരു R² ഞാൻ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഇവിടുത്തെ ഒരു R² പോയി. R³ വെച്ചാൽ 6 3 വട്ടം ഉണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്ന് ഒരു R² എന്ത് ചെയ്ത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞ് ബാക്കി എന്താ മക്കളെ അവശേഷിക്കുന്നത്? ബാക്കി ലഭിക്കുന്നത് ഇവിടെ ഒരു 3 ഉണ്ട്. ആ 3 ഞാൻ ആദ്യം എഴുതി. 3 ഉണ്ട്. പിന്നെ ഇവിടെ ഒരു G അല്ലേ ഉള്ളു. അപ്പോൾ G എഴുതി. 3G എന്നായി. ഡിവൈഡഡ് ബൈ ഓക്കെ. പിന്നെ ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ ഒരു ക്യാപിറ്റൽ G ഉണ്ട്. അതുപോലെ തന്നെ ഒരു ക്യാപിറ്റൽ R ഉണ്ട്. പിന്നെ ഒരു 4 π ഉണ്ട്. അപ്പോൾ ഞാനതിനെ 4 π എന്ന് എഴുതി. എന്നിട്ട് പിന്നെ അതിനെ RG എന്ന് എഴുതി. ഇത് ഇപ്പം ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് വായിക്കാൻ എളുപ്പമാണ്. 3G ഡിവൈഡഡ് ബൈ എന്താണ്? 4 π RG. ഈ ഒരു എക്സ്പ്രഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എർത്തിൻ്റെ ഡെൻസിറ്റി നമ്മൾ കണ്ടുപിടിച്ചെടുക്കുന്നത്. ഓക്കെ ആണല്ലോ? പരീക്ഷയ്ക്ക് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചോദിക്കാം. എർത്തിൻ്റെ മാസ് കണ്ടുപിടിക്കുന്ന എക്സ്പ്രഷൻ എഴുതുക, അല്ലെങ്കിൽ എർത്തിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കുന്ന എക്സ്പ്രഷൻ എഴുതുക, അല്ലെങ്കിൽ ജിയും തമ്മിലുള്ള റിലേഷൻ എഴുതുക, അതല്ലെങ്കിലോ
എർത്തിൻ്റെ ഡെൻസിറ്റി കണ്ടുപിടിക്കുന്ന എക്സ്പ്രഷൻ എഴുതുക, അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? കറക്റ്റായിട്ട് എർത്തിൻ്റെ ഡെൻസിറ്റി കണ്ടുപിടിക്കുന്ന എക്സ്പ്രഷൻ നമ്മൾ പണ്ട് തൊട്ടേ പഠിക്കുന്നതാണ്. ഡെൻസിറ്റി എന്ന് പറയുന്ന മാസ് ബൈ വോളിയം ആണ്. അവിടെ മാസിൻ്റെ സ്ഥാനത്ത് മാസിൻ്റെ എക്സ്പ്രഷൻ എഴുതുക. വോളിയം എന്ന് പറയുന്നത് എർത്തിനൊരു സ്ഫിയർ ആയിട്ട് കൺസിഡർ ചെയ്ത് 4/3 πr³ എന്ന് ഇട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യുക? അത് ഡിവൈഡ് ചെയ്ത് അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 3g ഡിവൈഡഡ് ബൈ 4πrg എന്ന് ലഭിക്കും. അതാണ് എർത്തിൻ്റെ എന്തെന്ന് പറയുന്നത് ഡെൻസിറ്റി കണ്ടുപിടിക്കുന്ന എക്സ്പ്രഷൻ. ഓക്കെ ആണല്ലോ? ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ അത്രയും കാര്യങ്ങൾ. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഇപ്പം നമുക്ക് മനസ്സിലായി സ്മോൾ ലെറ്റർ ജി എന്ന് വെച്ചാൽ അതെന്താണ് മക്കളെ? അത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമ്മുടെ എർത്തിൻ്റെ ഷേപ്പ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, അതിൻ്റെ ഒരു ആകൃതി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഒരു റീജിയണിൽ നിന്ന് വേറൊരു റീജിയനിലേക്ക് പോകുന്ന സമയത്ത് ഈ ജിക്ക് എന്ത് മാറ്റം ഉണ്ടാകും? അതുപോലെ തന്നെ ഈ എർത്തിൻ്റെ ഹൈറ്റ്, നമ്മൾ ആ സർഫസിൽ നിന്ന് ഹൈറ്റ് കൂടുന്നതനുസരിച്ച് ഈ ജിക്ക് എന്ത് മാറ്റം ഉണ്ടാകും? അതുപോലെ തന്നെ സർഫസിൽ നിന്ന് നമ്മൾ ഡെപ്തിലേക്ക്, ആഴത്തിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ജിക്ക് എന്ത് മാറ്റം ഉണ്ടാകും എന്ന കാര്യങ്ങളാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പറഞ്ഞ് മനസ്സിലായോ? അതായത് വേരിയേഷൻ ഓഫ് ജിക്ക് ഉണ്ടാകുന്ന വേരിയേഷനാണ് വിത്ത് ഷേപ്പ്. എർത്തിൻ്റെ ഷേപ്പുമായിട്ട് നോക്കുന്ന സമയത്ത് ഒരു റീജിയണിൽ നിന്ന് വേറൊരു റീജിയണിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ ജിക്ക് എന്ത് മാറ്റം ഉണ്ടാകും? അതാണ് ആദ്യം നോക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ ഹൈറ്റ് കൂടുന്നതനുസരിച്ച്, സർഫസിൽ നിന്ന് ഉയരത്തിലേക്ക് പോകുന്നതനുസരിച്ച് ജിക്ക് എന്ത് മാറ്റം ഉണ്ടാകും? അതുപോലെ തന്നെ സർഫസിൽ നിന്ന് നമ്മൾ ഡെപ്തിലേക്ക് പോകുന്നതനുസരിച്ച് ജിക്ക് എന്ത് മാറ്റം ഉണ്ടാകും? ഈ കാര്യങ്ങളാണ് നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോകുന്നത്? ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ജി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് ഷേപ്പിൽ വരുന്ന വ്യത്യാസം, അതായത് ഷേപ്പ്, എർത്തിൻ്റെ ഷേപ്പ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് ജിക്ക് സംഭവിക്കുന്നത് എന്നതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, ഈ എർത്തിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞത് കറക്റ്റ് എന്തല്ല, അത് കറക്റ്റ് സ്ഫിയറിൽ ഏകദേശം ഈ രീതിയിൽ നമ്മൾ ആയിരിക്കുന്നത് എർത്തിരിക്കുന്നത്. ഈ ഒരു ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഇതിൽ സെൻറ്റർ ഏകദേശം ഇവിടെ ആയിട്ട് വരും. അപ്പം ഇതാണ് എർത്തിൻ്റെ ഈ ഭാഗത്തെ റേഡിയസ്. ഈ ഭാഗം എന്ന് പറയുന്നത് നമുക്കറിയാം അത് ഇക്വേറ്റർ റീജിയൻ ആണ്. അതുപോലെ തന്നെ ഈ മുകളിലേക്ക് ഈ ഒരു റീജിയൻ, അതുപോലെ തന്നെ ഇവിടെയും അത് പോളാർ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് റേഡിയസ് വരയ്ക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും ഈ റേഡിയസ് ആണ് വളരെ കൂടുതൽ. ശരിയല്ലേ? ഈ റേഡിയസ് എന്ന് പറയുന്നത് എന്താണ്? ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് ചെറുതാണ്. ഇത് കുറച്ചുകൂടെ വലുതാണ്, ഇത് കുറച്ച് ചെറുതാണ്. ഇത് ഇക്വേറ്റർ റീജിയൻ ആണ്, ഇത് പോളാർ റീജിയൻ ആണ്. അപ്പോൾ നമ്മൾ കുറച്ച് മുന്നേ നമ്മൾ പഠിച്ചു ജിയുടെ എക്സ്പ്രഷൻ. എന്താ മക്കളെ? അത് ജി എന്ന് പറയുന്നത്, സ്മോൾ ലെറ്റർ ജി എന്ന് പറയുന്നത് എന്താണത്? GM ഡിവൈഡഡ് ബൈ എന്താണ്? R² എന്നാണ് നമ്മൾ കുറച്ച് മുന്നേ നമ്മൾ പഠിച്ചു. ഇതിൽ ഈ ജി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. എർത്തിൻ്റെ മാസ് എന്ന് പറയുന്നതും എന്ത് തന്നെ, അത് കോൺസ്റ്റൻ്റ് ആണ്. എർത്തിൻ്റെ മാസിൽ മാറ്റമൊന്നും വലിയ ചേഞ്ച് ഒന്നും ഉണ്ടാകുന്നില്ല. എപ്പോഴും ഏകദേശം എം എന്ന് പറയുന്നത് എന്തായിരിക്കും? അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ ജി = GM ഡിവൈഡഡ് ബൈ R². ജിയും എമ്മും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എഴുതാൻ സാധിക്കും ദാറ്റ് ഈസ് ജി എന്ന് പറയുന്നത് ഈസ് പ്രൊപ്പോർഷണൽ ടു 1 ഡിവൈഡഡ് ബൈ R² എന്ന് എഴുതാം. ഇവിടുത്തെ കോൺസ്റ്റൻറ്റ് GM ആണ്. അത് വരുമ്പോഴത്തേക്ക് പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറി എന്ത് വരും? ഈക്വൽ സൈൻ വന്നോളും. അപ്പോൾ നമുക്ക് പറയാം ജി ഈസ് പ്രൊപ്പോർഷണൽ ടു 1 ഡിവൈഡഡ് ബൈ എന്താണ്? R² ആണ്. ഈ ഇക്വേഷൻ നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കണം. ഈ ഇക്വേഷൻ പ്രകാരം നമുക്ക് പറയാൻ സാധിക്കും ക്യാപിറ്റൽ R കൂടുന്നതനുസരിച്ച്, ക്യാപിറ്റൽ R എന്ന് വെച്ചാൽ അത് എർത്തിൻ്റെ റേഡിയസ് അല്ലേ? സോ എർത്തിൻ്റെ റേഡിയസ് കൂടുന്നതനുസരിച്ച് ജിയുടെ വാല്യൂ എന്ത് ചെയ്താൽ വരുന്നത്? അത് കുറഞ്ഞാണ് വരുന്നത്. അത് സ്ക്വയർ ആണെന്ന് ഓർത്തോണം. ഒരു ചെറിയ ഒരു വേരിയേഷൻ ഉണ്ടായാൽ മതി, അത് നല്ല രീതിയിൽ എവിടെ അഫക്റ്റ് ചെയ്യും? ജിയിൽ അഫക്റ്റ് ചെയ്യും. അപ്പോൾ ചെറുതായിട്ടൊന്ന് കൂടിയാൽ മതി, അപ്പോൾ നല്ല രീതിയിൽ ജി അങ്ങ് എന്ത് ചെയ്ത് പോകും? കുറഞ്ഞു പോകും. അതുപോലെ തന്നെ ആറിൻ്റെ വാല്യൂ കുറവാണെന്ന് വിചാരിക്കുക, റേഡിയസ് വളരെ കുറവാണെങ്കിലോ ജിയുടെ വാല്യൂ എന്തായിരിക്കും? അത് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, 6 കൂടുതലാണെങ്കിൽ ജി കുറവാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എവിടെ 6 കൂടുതൽ? ഇതും 6 ആണ്, ഇതും 6 ആണ്. ഇതിനകത്ത് 6 കൂടുതൽ എവിടാ? ഇവിടെയല്ലേ? ഇവിടെ എന്ന് വെച്ചാൽ അത് ഏത് റീജിയൻ ആണെന്നാണ് ഞാൻ പറഞ്ഞത്? ഇക്വേറ്റർ റീജിയൻ ആണ്. ഏത് റീജിയൻ മക്കളെ? ഇക്വേറ്റർ, ഭൂമധ്യരേഖാ പ്രദേശമാണ്. അപ്പോൾ ഇക്വേറ്റർ റീജിയണിൻ്റെ പ്രത്യേകത അവിടുത്തെ റേഡിയസ് കൂടുതലല്ലേ? അപ്പോൾ ഈ ഇക്വേഷൻ പ്രകാരം റേഡിയസ് കൂടുതലാണെങ്കിൽ ജിയുടെ വാല്യൂ എന്ത് ചെയ്യും? അത് കുറഞ്ഞു വരും. അപ്പോൾ പഠിച്ചു വെച്ചേക്കണം, നമ്മുടെ ഭൂമിയിൽ എർത്തിൽ ഇക്വേറ്റർ റീജിയണിൽ ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? അത് കുറവായിരിക്കും, മിനിമം ആയിരിക്കും. ഓക്കെ ആണല്ലോ? ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ R ആണ്, മുകളിലേക്കുള്ളത്. അതായത് പോളാർ റീജിയൻ ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ പോളാർ റീജിയൻ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം അവിടെ R എന്ന് പറയുന്നത് എന്താണ്? പോളാറിലേക്കുള്ള ഡിസ്റ്റൻസ് പറയുന്നത് ചെറുതാണ്, കുറവാണ്.
അപ്പം ഈ ഇക്വേഷൻ പ്രകാരം R കുറഞ്ഞു കഴിഞ്ഞാൽ G എന്ത് ചെയ്യും മക്കളെ? G കൂടും. അപ്പോൾ മനസ്സിലാക്കി വെച്ചേക്കണം, പോളാർ റീജിയനിലായിരിക്കും എർത്തിൽ എന്ത് ചെയ്യുന്നത്? ഏറ്റവും കൂടുതലായിട്ട് മാക്സിമം എന്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്? G എക്സ്പീരിയൻസ് ചെയ്യുന്നത്. പറഞ്ഞ് മനസ്സിലായല്ലോ. അപ്പം പോളാറിൽ മാക്സിമം ആയിരിക്കും G എന്ന് പറയുന്നത്, ഇക്വേറ്ററിൽ എന്തായിരിക്കും G എന്ന് പറയുന്നത്? മിനിമം ആയിരിക്കും. നമ്മൾ അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഒരു ആവറേജ് വാല്യൂ എടുത്ത് വെച്ചിട്ടാണ് ഈ പ്രോബ്ലം ചെയ്യാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ജിയുടെ വാല്യൂ പഠിച്ചിട്ടുണ്ട്. G = 9.8 m/s² ആണെന്ന് നമുക്കറിയാം. ഈ വാല്യൂ എന്ന് പറയുന്നത് എന്താ? ഇത് എല്ലായിടത്തും ഒരേപോലെ ആണോ? ഒരിക്കലും അല്ല. ഇക്വേറ്ററിൽ എന്ന് പറയുന്നത് ഇതിനെക്കാട്ടി എന്തായിരിക്കും? 9.8 കുറവായിരിക്കും. 9.7 സംതിങ് വരുന്നത്. അതുപോലെ തന്നെ പോളാറിലേക്ക് പോകുന്ന സമയത്ത് അത് 9.8 എന്തായിരിക്കും? കൂടുതലായിരിക്കും. നമ്മൾ പ്രോബ്ലം ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഒരു ആവറേജ് വാല്യൂ ആയ 9.8 എടുത്ത് വെച്ച് ചെയ്യുന്നതേ ഉള്ളൂ. കാര്യം പിടികിട്ടിയോ? അപ്പോൾ വേരിയേഷൻ ഓഫ് G വിത്ത് ഷേപ്പ് എന്ന സെക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായോ? ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ എർത്ത് എന്ന് പറയുന്ന ഒരു കറക്റ്റ് പെർഫെക്റ്റ് ഒരു സ്ഫിയർ ഒന്നും അല്ല. എർത്തിൽ ഇക്വേറ്റർ റീജിയണിൽ റേഡിയസ് എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. പോളാർ റീജിയണിൽ എർത്തിൻ്റെ റേഡിയസ് പറയുന്നത് എന്തായിരിക്കും? അത് മിനിമം ആയിരിക്കും. നമുക്കറിയാം G എന്ന് പറയുന്നത് Gm/r² ആണ്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് എഴുതാൻ സാധിക്കും G ഈസ് പ്രൊപ്പോർഷണൽ ടു 1/r². കാര്യം റേഡിയസ് പറയുന്ന ഒരിക്കലും ഇവിടെ കോൺസ്റ്റൻ്റ് അല്ല. Gയും M മാത്രമേ ഉള്ളൂ കോൺസ്റ്റൻറ്റ്. കാര്യം എർത്ത് പെർഫെക്റ്റ് സ്ഫിയർ അല്ലാത്തതുകൊണ്ട് റീജിയൻ മാറുന്നതനുസരിച്ച് R വേരിയേഷൻ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ പ്രകാരം നമുക്ക് മനസ്സിലായി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി Gയും എർത്തിൻ്റെ റേഡിയസ് ആറും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. റേഡിയസ് കൂടുന്നതനുസരിച്ച് G എന്ത് ചെയ്യും? കുറഞ്ഞു വരും. റേഡിയസ് കുറയുന്നതനുസരിച്ച് G എന്ത് ചെയ്യും? അത് കൂടി വരും. കാര്യം പിടികിട്ടിയോ? അപ്പം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം, റേഡിയസ് ഏറ്റവും കൂടുതൽ ഇക്വേറ്ററിലാണ്. അപ്പം ഇക്വേറ്ററിൽ റേഡിയസ് കൂടുതലായതുകൊണ്ട് അവിടുത്തെ Gയുടെ വാല്യൂ എന്തായിരിക്കും? അത് കുറവായിരിക്കും. അതുപോലെ തന്നെ പോളാർ റീജിയണിൽ റേഡിയസ് കുറവായിരിക്കും. റേഡിയസ് കുറവാണെങ്കിൽ അവിടെ Gയുടെ വാല്യൂ എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഷേപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പം ഞാനൊരു ചെറിയൊരു നോട്ട്സ് പോലെ ഞാൻ പറയാം. നിങ്ങൾ ജസ്റ്റ് ബുക്കിനകത്തേക്ക് ഒന്ന് ഒരു സെൻറ്റൻസ് ആണ്, ജസ്റ്റ് ഒന്ന് എഴുതി വെച്ച് തരാനകത്തേക്ക്. അപ്പോൾ നിങ്ങളൊരു ഹെഡിങ് കൊടുക്കേണ്ടതാണ്, വേരിയേഷൻ ഓഫ് G വിത്ത് ഷേപ്പ് എന്നൊരു ഹെഡിങ് കൊടുക്കുക. വേരിയേഷൻ ഓഫ് G വിത്ത് ഷേപ്പ് എന്നൊരു ഹെഡിങ് കൊടുക്കുക. വേരിയേഷൻ ഓഫ് G എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ G ആണേ, തിരിഞ്ഞു പോകരുത്. ഇവിടെ 2 G വരുന്നുണ്ട് ഈ ചാപ്റ്ററിൽ. അപ്പം ഇവിടെ ഞാൻ പറയുന്ന സ്മോൾ ലെറ്റർ G ആണ്. വേരിയേഷൻ ഓഫ് G വിത്ത് ഷേപ്പ് എന്നൊരു ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് താഴേക്ക് നിങ്ങൾ എഴുതുക, വി നോ ദാറ്റ് G = Gm/r². ഈ ഒരു എക്സ്പ്രഷൻ വി നോ ദാറ്റ് G ഈസ് ഈക്വൽ ടു Gm/r². അതിൻ്റെ താഴേക്ക് ഈ ഒരു എക്സ്പ്രഷൻ എഴുതുക, ദാറ്റ് ഈസ് G ഈസ് പ്രൊപ്പോർഷണൽ ടു 1/r². G ഈസ് പ്രൊപ്പോർഷണൽ ടു 1/r². എഴുതിയ മക്കളെ, G ഈസ് പ്രൊപ്പോർഷണൽ ടു 1/r² എന്ന് എഴുതുക. തൊട്ട് താഴെയായിട്ട് ഒരു പാരഗ്രാഫായിട്ട് എഴുതി വെക്കുക നിങ്ങൾ. എർത്ത് ഈസ് നോട്ട് എ പെർഫെക്റ്റ് സ്ഫിയർ. എർത്ത് ഈസ് നോട്ട് എ പെർഫെക്റ്റ് സ്ഫിയർ. എർത്ത് എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്ഫിയർ ഒന്നുമല്ല. എഴുതിയല്ലോ, ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുക. ഇറ്റ്സ് റേഡിയസ് ഈസ് മിനിമം അറ്റ് ദി പോൾസ്. ഇറ്റ്സ് റേഡിയസ് ഈസ് മിനിമം അറ്റ് ദി പോൾസ്. എർത്തിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് പോളാർ റീജിയണിൽ എന്തായിരിക്കും? അത് മിനിമം ആയിരിക്കും. മിനിമം അറ്റ് ദി പോൾസ് ആൻഡ് മാക്സിമം അറ്റ് ദി ഇക്വേറ്റർ. ഇക്വേറ്റർ റീജിയൻ കൺസിഡർ ചെയ്താൽ എർത്തിൻ്റെ റേഡിയസ് പറയുന്നത് മാക്സിമം ആയിരിക്കും. ഫുൾ സ്റ്റോപ്പ് ഇടുക. സോ G ഈസ് മാക്സിമം, സ്മോൾ ലെറ്റർ G ആണേ. സോ G ഈസ് മാക്സിമം at the poles. So G is maximum at the poles and minimum at the equator. G is maximum at the poles. G എന്ന് പറയുന്നത് പോളാർ റീജിയണിൽ മാക്സിമം ആയിരിക്കും. പിന്നെന്താ പറഞ്ഞത്? ആൻഡ് മിനിമം അറ്റ് ദി ഇക്വേറ്റർ റീജിയണിൽ G എന്ന് പറയുന്നത് എന്താണ്? മിനിമം ആണ്. അപ്പോൾ അത്രയും കാര്യങ്ങളേ ഉള്ളൂ ഷേപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കാൻ. ഓക്കെ ആണല്ലോ. അപ്പോൾ എർത്തിൻ്റെ ഷേപ്പുമായിട്ട് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഈ സ്മോൾ ലെറ്റർ Gയിൽ വരുന്ന മാറ്റങ്ങൾ എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇത്രയേ ഉള്ളൂ. ഇക്വേറ്ററിൽ റേഡിയസ് മാക്സിമം ആയതുകൊണ്ട് അവിടെ G എന്തായിരിക്കും? മിനിമം ആയിരിക്കും. പോളാറിൽ
റേഡിയസ് മിനിമം ആയതുകൊണ്ട് അവിടുത്തെ ജി എന്തായിരിക്കും, മാക്സിമം ആയിരിക്കും എന്ന കാര്യം മാത്രമേ ഈ ഒരു സെക്ഷന് നമ്മൾ പഠിച്ചുള്ളൂ. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഇപ്പം നമ്മൾ നോക്കിയത് വേരിയേഷൻ ഓഫ് ജി വിത്ത് ഷേപ്പ് എന്ന് പറയുന്ന ഒരു സെക്ഷനാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വേരിയേഷൻ ഓഫ് ജി വിത്ത് ഹൈറ്റ്, അതായത് ഹൈറ്റിലേക്ക് പോകുന്നതനുസരിച്ച്, ഉയരത്തിലേക്ക് പോകുന്നതനുസരിച്ച് ജിയിൽ വരുന്ന മാറ്റം അത് എങ്ങനെ കണ്ടുപിടിക്കാം, ഏത് എക്സ്പ്രഷൻ വെച്ച് നമുക്ക് ഈ ഹൈറ്റിലുള്ള ജി നമുക്ക് കണ്ടുപിടിച്ചെടുക്കാൻ സാധിക്കും എന്നതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇപ്പം ഞാൻ ഒരു എർത്ത് കൺസിഡർ ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പോൾ എർത്തിൻ്റെ ഒരു ഡയഗ്രം ഞാൻ വരച്ചു. നേരത്തെ പോലെ തന്നെ എർത്തിനൊരു സെൻറ്ററൊക്കെ ഉണ്ടെന്ന് പറയുന്നു. എർത്തിൻ്റെ റേഡിയസിനെ ഞാൻ ക്യാപിറ്റൽ ആർ എന്ന് വിളിക്കുകയാണ്. ഓക്കെ ആണല്ലോ? എർത്തിൻ്റെ റേഡിയസിനെ ക്യാപിറ്റൽ ആർ എന്നൊക്കെ ഞാൻ വിളിച്ചു, ഡൗട്ടൊന്നുമില്ല. അതുപോലെ തന്നെ എർത്തിനൊരു മാസ് ഉണ്ട്, നിങ്ങൾക്കറിയാം. എർത്തിൻ്റെ മാസിനെ ഞാൻ ക്യാപിറ്റൽ എം എന്ന് വിളിക്കുന്നു. ഓക്കെ ആണല്ലോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പം ഞാൻ പറയുകയാണ്, ഒരു ഒബ്ജക്റ്റ് ഇതിൻ്റെ സർഫസിൽ ഇരിപ്പുണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. ഒരു ഒബ്ജക്റ്റ് എവിടെ ഇരിപ്പുണ്ടായിരുന്നു, ഇതിൻ്റെ സർഫസിൽ ഇരിപ്പുണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. കുറച്ച് കഴിഞ്ഞ് ഈ ഒബ്ജക്റ്റ് നമ്മൾ കുറച്ചൊരു ഹൈറ്റിലോട്ട് കൊണ്ടുപോയി, ഇപ്പോൾ ഒബ്ജക്റ്റ് കണ്ട് ഇവിടെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക, ഏകദേശം ഇവിടെ എത്തി, ഇവിടെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഈ സർഫസിൽ നിന്നും ഒരു പ്രത്യേക ഹൈറ്റിലാണ് ഈ വസ്തു ഇപ്പോൾ ഇരിക്കുന്നത്. ഇവിടെ ആ ഹൈറ്റിനെ ഞാൻ സ്മോൾ ലെറ്റർ എച്ച് എന്ന് വിളിക്കുകയാണ്. ഓക്കെ ആണല്ലോ? അപ്പം എർത്തുണ്ട്, എർത്തിൻ്റെ മാസ് ക്യാപിറ്റൽ എം ആണ്, എർത്തിൻ്റെ റേഡിയസ് പറയുന്നത് ക്യാപിറ്റൽ ആർ എന്ന് ഞാൻ വിളിക്കുകയാണ്. അതുപോലെ തന്നെ ആ സർഫസിൽ ഒരു ഒബ്ജക്റ്റ് ഇരിപ്പുണ്ടായിരുന്നു, ആ സർഫസിൽ നിന്ന് ഒബ്ജക്റ്റ് എന്ത് ചെയ്തു, കുറച്ച് ഹൈറ്റിലോട്ട് പോയി, ആ ഹൈറ്റിനെ ഞാൻ എന്തെന്ന് വിളിക്കുകയാണ്, സ്മോൾ ലെറ്റർ എച്ച് എന്ന് ഞാൻ വിളിക്കുകയാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്കറിയാം എർത്തിൻ്റെ സർഫസിൽ ഒരു ഒബ്ജക്റ്റ് ഇരുന്നാൽ അതിൽ ആക്ട് ചെയ്യുന്ന ജി കണ്ടുപിടിക്കുന്ന എക്സ്പ്രഷൻ നമുക്കറിയാം. ദാറ്റ് ഈസ് ജി ഈസ് ഈക്വൽ ടു എന്താ മക്കളെ, അത് കുറച്ച് മുന്നേ പഠിച്ചു, ജി എം ഡിവൈഡഡ് ബൈ എന്താണ്, ആർ സ്ക്വയർ എന്നാണ്. ഓക്കെ ആണല്ലോ? എർത്തിൻ്റെ സർഫസിലിരിക്കുന്ന ഏതൊരു വസ്തുവിലും ആക്ട് ചെയ്യുന്ന ജി കണ്ടുപിടിക്കുന്ന എക്സ്പ്രഷൻ എന്താണ്, ജി എം ഡിവൈഡഡ് ബൈ എന്താണ്, ആർ സ്ക്വയർ ആണെന്ന് കുറച്ച് മുന്നേ നമ്മൾ പഠിച്ചു. അതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കുകയാണ്. ഓക്കെ ആണല്ലോ? ഇനി നിങ്ങൾ വിചാരിക്കുക, നിങ്ങൾ മനസ്സിലാക്കുക, സർഫസിലിരുന്ന വസ്തുവിൽ ആക്ട് ചെയ്യുന്ന ജി ആണ് ജി എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. പിന്നെ ഞാൻ എന്താ നിങ്ങളോട് പറഞ്ഞേ, സർഫസിലിരുന്ന വസ്തു കുറച്ച് കഴിഞ്ഞ് എന്ത് ചെയ്തു, ഒരു പ്രത്യേക ഹൈറ്റിലോട്ട് പോയല്ലോ. ഇപ്പം അത് എച്ച് ഹൈറ്റ് മുകളിലല്ലേ നിൽക്കുന്നേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിൽക്കുന്ന വസ്തുവിൽ ആക്ട് ചെയ്യുന്ന ജി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, അവിടെ ആക്ട് ചെയ്യുന്ന ജിയെ ഞാൻ ജി ഡാഷ് എന്ന് വിളിക്കുകയാണ് കേട്ടോ. സർഫസിൽ ആക്ട് ചെയ്യുന്ന ജിയെ ഞാൻ ജി എന്ന് വിളിക്കുന്നു. കുറച്ച് ഹൈറ്റിലോട്ട് വസ്തു പോകുന്ന സമയത്ത് അവിടെ ആക്ട് ചെയ്യുന്ന ജിയെ ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ജി ഡാഷ് വെച്ചിട്ടാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും വരുന്നത്, ജി ഡാഷ് ഈസ് ഈക്വൽ ടു, നമുക്ക് നോക്കാം, ഈ ജി എന്ന് പറയുന്നത് ക്യാപിറ്റൽ ജി എന്ന് പറയുന്നത് എന്താ, അതൊരു കോൺസ്റ്റൻ്റ് ആണ്, മാറ്റമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ ജി അവിടെ ഇട്ട് കൊടുത്തു. എം എന്ന് പറയുന്ന എർത്തിൻ്റെ മാസ് അല്ലേ, അതിൽ മാറ്റം വല്ലതും ഉണ്ടോ, ഇല്ല, ഒരു മാറ്റവും ഇല്ല. എം എന്ത് തന്നെ, കോൺസ്റ്റൻ്റ് തന്നെ, ഡിവൈഡഡ് ബൈ. ഇനി ശ്രദ്ധിക്കണം, ഫസ്റ്റ് കേസിൽ വസ്തു സർഫസിൽ ഇരുന്നപ്പോഴാണ് നമ്മൾ ഈ ആർ എടുത്തത്. ഈ കേസിൽ സർഫസിലാണോ ഇരിക്കുന്നത്, കുറച്ചൊരു ഹൈറ്റിലല്ലേ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് ഫുൾ എടുക്കേണ്ടി വരും. ഇവിടെ ആറാണ്, ഇങ്ങോട്ടുള്ളത് എച്ച് ആണ്. സോ ഈ ടോട്ടൽ ഡിസ്റ്റൻസ് പറയുന്നപ്പോൾ എങ്ങനെ എടുക്കണ്ടേ, ആർ പ്ലസ് എച്ച് എന്ന് എടുക്കണം. അപ്പോൾ അതെങ്ങനെ വരുന്നത്, അത് ആർ പ്ലസ് എച്ച്, ഈ കിടക്കുന്ന ആറിൻ്റെ സ്ഥാനത്ത് നിങ്ങൾ ആർ പ്ലസ് എച്ച് എന്ന് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു സ്ക്വയർ ഇട്ട് കൊടുക്കുക. അപ്പോൾ എങ്ങനെയാണ് ഈ എക്സ്പ്രഷൻ വന്നതെന്ന് മനസ്സിലായല്ലോ. ഈ കിടക്കുന്ന ആറിൻ്റെ സ്ഥാനത്ത് എന്തിട്ട് കൊടുത്ത്, ആർ പ്ലസ് എച്ച്. അത് ഇട്ട് കൊടുത്ത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കാര്യം ഈ ഡിസ്റ്റൻസ് ആറാണ്, ആ സർഫസിൽ നിന്നും എച്ച് ഹൈറ്റിലാണ് വസ്തു ഇരിക്കുന്നത്. സോ ആറിൻ്റെ കൂടെ എച്ച് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. സോ ആർ പ്ലസ് എച്ച് ആണ് ഇവിടുത്തെ എന്തെന്ന് പറയുന്നത്, നമ്മുടെ ആ ഒബ്ജക്റ്റും നമ്മുടെ എർത്തിൻ്റെ സെൻറ്ററും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ്. സോ അതുകൊണ്ടാണ് ആറിൻ്റെ സ്ഥാനത്ത് ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ ഇട്ട് കൊടുത്തത്. അതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 2 എന്നും വിളിക്കുകയാണ്. ഡൗട്ടൊന്നുമില്ലല്ലോ? അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം കൂടെ ഞാനൊന്ന് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. ഇക്വേഷൻ 2നെ ഇക്വേഷൻ 1 വെച്ച് എന്ത് ചെയ്യുകയാണ്, ഡിവൈഡ് ചെയ്യുകയാണ്. ഇക്വേഷൻ 2 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 1 ഞാൻ എടുക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ എന്തുമായിരിക്കും വരുന്നത്, ഇക്വേഷൻ 2ൻ്റെ ലെഫ്റ്റ് സൈഡിൽ ജി ഡാഷ് അല്ലേ ഉള്ളത്. സോ ജി ഡാഷ് ഡിവൈഡഡ് ബൈ 2/1 എന്നാണ്. 1ൻ്റെ ലെഫ്റ്റ് സൈഡിൽ എന്താ ഉള്ളത്, ജി ആണ്. അപ്പോൾ ജി ഡാഷ് ഡിവൈഡഡ് ബൈ എന്താ വരുന്നത്, ജി എന്ന് വരുന്നു. ജി ഡാഷ് ഡിവൈഡഡ് ബൈ ജി ഈസ് ഈക്വൽ ടു, നമുക്ക് നോക്കാം, 2ൻ്റെ റൈറ്റ് സൈഡിൽ എന്താ ഉള്ളത്, ജി എം ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ എന്നാണ്. സോ ഇവിടെ എന്താ വരുന്നത്, ജി എം ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ എന്നാണ് വരുന്നത്. ഓക്കെ ആണല്ലോ? ഇനി താഴെയാണ് ഈ 1ൻ്റെ റൈറ്റ് സൈഡ് വരുന്നത്. അതും ഒരു ഫ്രാക്ഷൻ തന്നെ അല്ലേ. അപ്പോൾ 2 ഫ്രാക്ഷൻ ഡിവൈഡ് ചെയ്യാൻ വന്നാൽ എങ്ങനെയാണ് ചെയ്യുന്നത്,
നമ്മൾ താഴെ കിടക്കുന്നതിൻ്റെ റെസിപ്രോക്കൽ എടുത്ത് എന്ത് ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്കത് ഡയറക്റ്റ് അങ്ങ് എഴുതിയാൽ പോരായോ? ഇതിൻ്റെ റൈറ്റ് സൈഡിൽ GM/R² ഉള്ളത്, അത് യഥാർത്ഥത്തിൽ ഡിവൈഡഡ് ബൈ ഇട്ടിട്ട് ഇവിടെ താഴെ വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ റെസിപ്രോക്കൽ എടുത്ത് ഇവിടെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എന്ത് വരുന്നേ, ഇത് തിരിച്ചിടണം. തിരിച്ചിടുമ്പം R² മുകളിൽ പോവും, GM എവിടെ വരും മക്കളെ, താഴെ വരും. സോ R² മുകളിൽ പോയി, GM എവിടെ വന്നു മക്കളെ, അത് താഴെ വന്നു. ചെയ്ത സ്റ്റെപ്പ് മനസ്സിലായല്ലോ. അതായത് 2നെ 1 വെച്ച് ഡിവൈഡ് ചെയ്ത സമയത്ത് 2 ഇവിടെ ഉണ്ട്, 1 അതിൻ്റെ താഴെ ഉണ്ട്, താഴെ ഡിവൈഡ് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, 2 ഫ്രാക്ഷൻ ഡിവൈഡ് ചെയ്യാമെന്നാൽ എന്താ ചെയ്യുന്നത്, താഴെ ഉള്ളതിൻ്റെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യും. താഴെ ഉള്ളത് GM/R² ആണ്, അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എന്താ വരുന്നത്, R² ഡിവൈഡഡ് ബൈ GM എന്നാണ് വരുന്നത്. അപ്പോൾ അത് വെച്ച് ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇത് കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകും, ഇവിടെ ഈ GM-ഉം ഈ GM-ഉം എന്തായി പോകും, ക്യാൻസലായി പോകും. ബാക്കി എന്താ മക്കളെ അവശേഷിക്കുന്നത്, ബാക്കി ഇവിടെ വരുന്നത് ലെഫ്റ്റ് സൈഡിൽ ഒരു G' ഡിവൈഡഡ് ബൈ G ഉണ്ട്. ദിസ് ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ എന്താ വരുന്നത്, മുകളിൽ ഒരു R² ഉണ്ട്, മറക്കരുത്. R² ഡിവൈഡഡ് ബൈ താഴെ എന്താ ഉള്ളത്, താഴെ ഉള്ളത് R+H² എന്നാണ്. സംശയമൊന്നും ഇല്ലെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ വരെ G' ഡിവൈഡഡ് ബൈ G ഈസ് ഈക്വൽ ടു എന്താ വന്നിരിക്കുന്നത്, R² ഡിവൈഡഡ് ബൈ R+H² എന്നാണ്. ഇനി ചെയ്യാൻ പോകുന്ന അടുത്ത സ്റ്റെപ്പ് നല്ല ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെച്ചേക്കണേ. ഇനി ഞാൻ ചെയ്യുന്ന ഇത്രേ ഉള്ളൂ, ഈ G' ഡിവൈഡ് ബൈ G ഞാൻ അതുപോലെ ഇവിടെ എഴുതി. റൈറ്റ് സൈഡിൽ ചെയ്യാൻ പോകുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ മുകളിൽ ഒരു R² കിടപ്പുണ്ട്. അപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത്, താഴെ നിന്ന് ഒരു R² വെളിയിലെടുത്ത് ഇതുമായിട്ടങ്ങ് വെട്ടിക്കളയണം എന്നതാണ് എൻ്റെ ഇവിടുത്തെ ഉദ്ദേശം. ഞാൻ ലക്ഷ്യം വെക്കുന്നത് എന്താ, ഇവിടെ മുകളിലൊരു R² കിടപ്പുണ്ട്. അപ്പോൾ ഇതിനെ ഇവിടുന്ന് എനിക്ക് വെട്ടിക്കളയണം. അപ്പോൾ ഇതിനെ ഇവിടുന്ന് വെട്ടിക്കളയണമെങ്കിൽ താഴെയും എന്ത് വന്നേ പറ്റൂ, ഒരു R² വന്നേ പറ്റൂ. താഴെയും ഒരു R² ഉണ്ടെങ്കിൽ മുകളിലത്തെ R² നമുക്ക് എന്ത് ചെയ്യാം, അതിനെ അങ്ങ് ക്യാൻസൽ ചെയ്ത് കളയാം. പക്ഷെ ഇവിടെ താഴെ R² ഉണ്ടോ, ഇല്ല. അപ്പം നമുക്കിവിടെ R² വേണം. അപ്പോൾ അതെങ്ങനെ സൃഷ്ടിക്കാൻ പറ്റും എന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. മുകളിൽ R² ഉണ്ട്, അത് ഞാൻ അതുപോലെ അങ്ങ് എഴുതി, ഒരു വ്യത്യാസമില്ല, അതുപോലെ തന്നെ എഴുതി. അപ്പോൾ താഴെ എനിക്കൊരു R² വേണമല്ലോ. അപ്പോൾ ഞാനൊരു R² ഇട്ട് കൊടുത്തു. അപ്പോൾ ഇവിടെ ഒരു R² ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഇവിടെ സംഭവിക്കുന്ന മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ച് വെച്ചേക്കണം. പറഞ്ഞ് മനസ്സിലായോ? ഇവിടുന്ന് ഒരു R² ഞാൻ പുറത്തോട്ടെടുത്ത് എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പം ഇവിടുന്ന് ഒരു R² പുറത്തോട്ട് എഴുതി വെച്ചാൽ ഇതിനകത്ത് എന്ത് മാറ്റം സംഭവിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അത് ഇത്രയേ ഉള്ളൂ. ഇതൊരു സ്ക്വയർ ടേം അല്ലേ, അപ്പോൾ നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം, ഇത് യഥാർത്ഥത്തിൽ R² ആണ്. അപ്പം ഈ R² നിന്ന് ഒരു R² ഇങ്ങ് പുറത്തെടുത്താൽ ഇവിടെ പിന്നെ 1 അല്ലേ ഉള്ളൂ. ഇത് സ്ക്വയർ ടേം അല്ലേ, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് R² ആണ്. അപ്പം ആ R² നിന്ന് ആര് കോമൺ എടുക്കുകയാണ്, ഇവനെ ഇങ്ങ് കോമൺ എടുക്കുകയാണ്. അപ്പോൾ കോമൺ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്താ വരുന്നത്, ഇവിടെ പിന്നെ ഒരു 1 മാത്രമേ ഉള്ളൂ. ആ സ്റ്റെപ്പ് മനസ്സിലായല്ലോ. പിന്നെ ഒരു പ്ലസ് ഇവിടെ ഉണ്ട്. ഇനി ഇവിടെ ഉള്ളത് H ആണ്. അപ്പം Hൽ നിന്നാണ് ആരെ കോമൺ എടുക്കേണ്ടത്, R² കോമൺ എടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം, ഈ കിടക്കുന്ന Hൽ നിന്ന് ഒരു R² ഞാൻ കോമൺ എടുത്താൽ, ഓക്കെ, Hൽ നിന്ന് ഒരു R² ഞാൻ കോമൺ എടുത്താൽ ഇവിടെ വരുന്നത് പഠിച്ചു വെച്ചേക്കണം, അത് H ഡിവൈഡഡ് ബൈ R എന്നായിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ അത് കോമൺ എടുത്തു, ബ്രാക്കറ്റൊക്കെ ഇട്ട് കൊടുത്തു, ഓക്കെ ആണല്ലോ. പിന്നെ ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട്, അത് ഞാൻ ഇട്ട് കൊടുത്തു. അപ്പോൾ ചെയ്ത സ്റ്റെപ്പ് എന്തുവാന്ന് മനസ്സിലായോ? ഇനി നിങ്ങളൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി, ഇനി ഒന്ന് അകത്തോട്ട് കയറ്റി നോക്കി. ഈ R² ബ്രാക്കറ്റിനകത്തോട്ട് കയറുകയാണെങ്കിൽ R² ഈ സ്ക്വയർ ടൈമിനകത്ത് കയറിയാൽ അത് 6 ആയിട്ടാണ് മാറുന്നത്. അപ്പം R² അകത്ത് കയറിയപ്പോൾ എന്താണ്ട് 6 ആയിട്ട് മാറിയല്ലോ. അതുപോലെ തന്നെ ഈ R² ഇതിനകത്തോട്ട് കയറുമ്പോഴും 6 ആയിട്ടല്ലേ മാറുന്നത്. അപ്പം ആ 6ഉം ഈ താഴത്താറോടെ വെട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ, H മാത്രമല്ലേ ഉള്ളൂ. അപ്പം നമുക്ക് ഈ സ്റ്റെപ്പിനെ ഇങ്ങനെ എഴുതാം. അപ്പോൾ ആ സ്റ്റെപ്പ് എങ്ങനെ വന്നതെന്ന് മനസ്സിലായോ? താഴത്തെ ടേമിൽ നിന്ന് ആര് കോമൺ എടുത്തതാണ്, R² കോമൺ എടുത്തതാണ്. അപ്പോൾ കോമൺ എടുത്ത സമയത്ത് R-ൻ്റെ സ്ഥാനത്ത് 1 വന്നു, അതുപോലെ H-ൻ്റെ സ്ഥാനത്ത് H/R വന്നു. ആ സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് നല്ല രീതിയിൽ മനസ്സിലാക്കണം. അതായത് ഈ R² അകത്തോട്ടങ്ങ് കയറിക്കഴിഞ്ഞാൽ ഇവൻ എന്തായിട്ട് മാറും, ഇവൻ 6 ആയിട്ട് മാറും. സ്ക്വയറിനകത്തോട്ട് കയറുമ്പോഴത്തേക്ക് എന്തായിട്ട് മാറും, ഇതങ്ങ് 6 ആയിട്ട് മാറും. ഇനി ഇങ്ങോട്ട് കയറുമ്പോഴോ, ഇവിടെ കയറുമ്പോഴും ഇവൻ 6 ആയിട്ടാണ് മാറുന്നത്. ആ 6ഉം താഴത്തെ 6ഉം കൂടെ എന്ത് ചെയ്യും, ക്യാൻസൽ ആയിപ്പോയിട്ട് അവിടെ എന്ത് മാത്രം അവശേഷിക്കും, H മാത്രം അവശേഷിക്കും. അങ്ങനെ പഠിച്ചു വെക്കുക ഈ സ്റ്റെപ്പ് വന്ന വിധം. പറഞ്ഞ് മനസ്സിലായോ? അപ്പോൾ ഓക്കെ, അപ്പോൾ അതങ്ങനെ അവിടെ എത്തി നിൽക്കുകയാണ്. ഇനി നമുക്ക് ധൈര്യത്തോടെ എന്ത് ചെയ്യാം, ഈ R² ഈ R² എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്ത് കളയാമല്ലോ. ബാക്കി ഇവിടെ എന്താ ഉള്ളത്, G' ഡിവൈഡഡ് ബൈ G ഇവിടെ ഉണ്ട്. ദിസ് ഈസ് ഈക്വൽ ടു ഇവിടെ പിന്നെ ഒരു 1 ഡിവൈഡഡ് ബൈ താഴെ എന്താ ഉള്ളത്, 1 പ്ലസ് H ഡിവൈഡഡ് ബൈ R ദ ഹോൾ സ്ക്വയർ എന്നാണുള്ളത്. ഡൗട്ടൊന്നുമില്ലല്ലോ. ഇനി ഇവനെ ഞാനങ്ങ് മുകളിലോട്ട് എഴുതാണ്. ഇതിനെ മുകളിലോട്ട് എഴുതുന്ന സമയത്ത് എന്തുവാ സംഭവിക്കുന്നത്, ഇവിടുത്തെ പവർ എന്ന് പറയുന്നത് +2 ആണ്. അത് മുകളിലേക്ക് വരുമ്പോൾ എന്താവും മക്കളെ, അത് -2 വരും. സോ G' ഡിവൈഡഡ് ബൈ G ഈസ് ഈക്വൽ ടു
1 പ്ലസ് എച്ച് ഡിവൈഡഡ് ബൈ ആർ എന്നുണ്ട്, ദ ഹോൾ റേസ് ടു, ഇത് മുകളിലോട്ട് നമ്മൾ എന്തായി -2 എന്നായി. പറഞ്ഞ് മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ എല്ലാ കുട്ടികളും ഈ സ്റ്റെപ്പ് വരെ ഒന്ന് വൃത്തിയായിട്ടൊന്ന് എഴുതിയെടുത്തേ, പെട്ടെന്നാവട്ടെ. നിങ്ങൾ ഹെഡിങ് കൊടുക്കേണ്ടത് വേരിയേഷൻ ഓഫ് ജി വിത്ത് ഹൈറ്റ് എന്നാണ്. അപ്പോൾ വേരിയേഷൻ ഓഫ് ജി വിത്ത് ഹൈറ്റ് എന്നൊരു ഹെഡിങ് കൊടുത്തിട്ട് ഈ ചിത്രമൊക്കെ വരച്ച് ഇവിടെ വരെ വൃത്തിയായിട്ടൊന്ന് എഴുതി വന്നേ, പെട്ടെന്നാവട്ടെ. ഓക്കെ, അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചേ. അപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്, നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ജി ഡാഷ് ഡിവൈഡഡ് ബൈ ജി എന്ന് പറയുന്നത് 1 പ്ലസ് എച്ച് ഡിവൈഡഡ് ബൈ ആർ ദ ഹോൾ റേസ് ടു -2 എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പഠിച്ചു വെക്കണം. നിങ്ങൾ കുഞ്ഞു ക്ലാസ്സിലേക്ക് പഠിക്കുന്ന കുറച്ച് ഇക്വേഷൻസ് ഒക്കെ ഉണ്ടല്ലോ. a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ a² പ്ലസ് 2ab പ്ലസ് b² ആണ്. അതുപോലെ a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ a² മൈനസ് 2ab പ്ലസ് b² എന്നാണ്. അതുപോലെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു ഇക്വേഷനാണ് ഞാൻ ഈ ബോർഡിൽ എഴുതുന്നത്. ഇത് പഠിച്ചു വെച്ചേക്കുക. അതായത് 1 പ്ലസ് എക്സ് ദ ഹോൾ റേസ് ടു -2 എന്ന് വന്നു കഴിഞ്ഞാൽ എവിടെയെങ്കിലും, ഓക്കെ, എവിടെയെങ്കിലും 1 പ്ലസ് എക്സ് ദ ഹോൾ റേസ് ടു -2 എന്ന് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഞാൻ എഴുതുന്ന പോലെ ആയിരിക്കും. 1 മൈനസ് 2x, ഓക്കെ, 1 മൈനസ് 2x പ്ലസ് 3x സ്ക്വയർ, എഴുതിയുണ്ടോ? 1 മൈനസ് 2x പ്ലസ് 3x സ്ക്വയർ മൈനസ് 4x ക്യൂബ്. നോക്കി, 1 എഴുതി, മൈനസ് ഇട്ട്, പിന്നെ 2x, പിന്നെ പ്ലസ് ഇട്ട്, പിന്നെ 3x സ്ക്വയർ, പിന്നെ മൈനസ് ഇട്ട്, പിന്നെ 4x ക്യൂബ്. ഇനി അടുത്ത് എന്തുമായിരിക്കും വരുന്നത്? ഒരു പ്ലസ് 5x റേസ് ടു 4, പിന്നെ ഒരു മൈനസ് 6x റേസ് ടു 5. ഇത് അങ്ങനെ അങ്ങ് പോവും. പറഞ്ഞ് മനസ്സിലായോ? ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ഇതിൻ്റെ ഒരു എക്സ്പാൻഷൻ അവസാനിക്കത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഏകദേശം ഒരു 1, 2, 3, 4 ഒരു 4 റിസൾട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ബാക്കി ഇങ്ങനെ ഉണ്ടെന്നങ്ങ് അസ്യൂം ചെയ്യാം. ഈ ഒരു റിസൾട്ട് ഇതുപോലെ നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. ഓക്കെ ആണോ? 1 പ്ലസ് എക്സ് ദ ഹോൾ റേസ് ടു -2 എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് എന്താണ്? 1 മൈനസ് 2x പ്ലസ് 3x സ്ക്വയർ മൈനസ് 4x ക്യൂബ് പ്ലസ് എക്സെട്ര. അങ്ങോട്ടും കൊണ്ട് ഒരിക്കലും അവസാനിക്കുന്നില്ല. അപ്പോൾ ഇതെന്തിനാണ് ഇവിടെ എഴുതിയെന്ന് മനസ്സിലായോ? നമുക്ക് കിട്ടിയ എക്സ്പ്രഷനകത്ത് ഇവിടെ റൈറ്റ് സൈഡിൽ വന്നിരിക്കുന്നുണ്ടോ? 1 പ്ലസ് എച്ച് ബൈ ആർ ദ ഹോൾ റേസ് ടു -2 എന്നാണ് വന്നിരിക്കുന്നത്. അതായത് എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ ആരാണെന്ന് വ്യത്യാസമേ ഉള്ളൂ, എച്ച് ബൈ ആർ ആണ് എന്ന വ്യത്യാസമേ ഉള്ളൂ. ഇത് ഇതിന് സിമിലർ ആണ്. അപ്പം നമുക്ക് ഇതനുസരിച്ച് ഒന്ന് എക്സ്പാൻഡ് ചെയ്താൽ എന്ത് വരുമായിരിക്കും എന്ന് പറഞ്ഞു നോക്കിയേ. ലെഫ്റ്റ് സൈഡ് ജി ഡാഷ് ഡിവൈഡഡ് ബൈ ജി ആണ്, ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡ് 1 പ്ലസ് എച്ച് ബൈ ആർ ദ ഹോൾ റേസ് ടു -2 എന്നാണ്. അവിടെ എച്ച് ബൈ ആറിൻ്റെ സ്ഥാനത്താണ് ആര് കിടക്കുന്നത്? എക്സ് കിടക്കുന്നത്. അപ്പം നമുക്ക് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം? ഇവിടെ ഒരു 1 ഉണ്ട്, മൈനസ് ഉണ്ട്, 2 എഴുതി. ഇനി എക്സ് ആണ്, എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ ആര് കിടക്കുന്നത്? എച്ച് ഡിവൈഡഡ് ബൈ എന്താ ഉള്ളത്? ആറാണ്. പറഞ്ഞ് മനസ്സിലായല്ലോ? ഇനി എന്താ ഉള്ളത്? പ്ലസ് ഉണ്ട്, പിന്നെ ഒരു 3 ഉണ്ട്, പിന്നെ എക്സ് സ്ക്വയർ ആണല്ലോ. എക്സ് സ്ക്വയർ എന്ന് വെച്ചാൽ എക്സിൻ്റെ സ്ഥാനത്ത് എച്ച് ബൈ ആർ. അപ്പോൾ എക്സിൻ്റെ സ്ക്വയർ എടുക്കാൻ പറഞ്ഞാൽ അതായത് എക്സ് ഈസിക്വൽ ടു എച്ച് ബൈ ആർ. അങ്ങനെയാണെങ്കിൽ എക്സ് സ്ക്വയർ എന്തായിരിക്കും വരുന്നത്? ഇതിൻ്റെ എന്തെടുക്കണം? സ്ക്വയർ എടുക്കണം. സോ എച്ച് സ്ക്വയർ ഡിവൈഡഡ് ബൈ എന്തെന്ന് വരും? ആർ സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഇവിടെ എന്താ വരുന്നത്? എച്ച് സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ മൈനസ് ഇവിടെ എന്തായിരിക്കും വരുന്നത്? 4 എഴുതി. എക്സ് ക്യൂബ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് വരുമായിരിക്കും? ഇതുപോലെ ചെയ്താൽ എച്ച് ക്യൂബ് ഡിവൈഡഡ് ബൈ ആർ ക്യൂബ് എന്ന് വരും. പിന്നെ പ്ലസ് എക്സെട്ര അങ്ങനെ പോകും. ഓക്കെ ആണല്ലോ? ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ കൺസിഡർ ചെയ്ത ഈ ഒരു ചിത്രത്തിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഈ റേഡിയസ് എന്ന് പറയുന്നത് എച്ചുമായിട്ട് കമ്പയർ ചെയ്താൽ 6 വളരെ വലിയൊരു വാല്യൂ ആണ്. എച്ച് എന്ന് പറയുന്നത് 6 കമ്പയർ ചെയ്താൽ എച്ച് എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു വാല്യൂ ആണെന്ന് നമ്മളങ്ങ് അസ്യൂം ചെയ്യുകയാണ്. ഇതിനെ സിംപ്ലിഫൈ ചെയ്തൊരു ഇക്വേഷനിലേക്ക് കൊണ്ട് എത്തിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്, എടുക്കുന്ന ഹൈറ്റ് എന്ന് പറയുന്നത് 6 കമ്പയർ ചെയ്താൽ വളരെ എന്താണ്? ഒരു ചെറിയ വാല്യൂ ആണെന്നങ്ങ് അസ്യൂം ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പഠിച്ചു വെക്കണം, എച്ച് എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് എച്ച് എന്ന് പറയുന്നത് ഈസ് വെരി ലെസ് ദാൻ ആർ ആണ്. ആറിനെക്കാട്ടി വളരെ ചെറുതാണ് എച്ച്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം, നമ്മൾ ഈ എച്ച് ബൈ ആറൊക്കെ എടുക്കത്തില്ലേ, ആ എച്ച് ബൈ ആർ എന്ന് പറയുന്നത് അപ്പോൾ വളരെ എന്തായിരിക്കും? ചെറുതായിരിക്കുമല്ലോ. കാര്യം എച്ച് വളരെ ചെറുതാണ്, ആർ എന്ന് പറയുന്നത് വളരെ വലുതാണ്. അങ്ങനെയാണെങ്കിൽ എച്ചിനെ 6 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? അത് വളരെ ചെറുതായിരിക്കത്തില്ലേ. ഇപ്പോൾ സപ്പോസ് നിങ്ങൾ വിചാരിക്കുക എച്ച് 1 ആണ്, ആർ ഒരു 10 ആണെന്ന് വെച്ചു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എച്ച് ബൈ ആർ എടുത്താൽ 1/10 എടുത്താൽ ആൻസർ 0.1 എന്നല്ലേ വരത്തുള്ളൂ. അത് വളരെ ചെറിയ വാല്യൂ അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ ചെയ്യുന്ന ഒരു മാർഗം എന്ന് പറയുന്നത്,
h/r വളരെ ചെറുതായതുകൊണ്ട് ഇതിൻ്റെ h²/r²ഉം ഈ h³ ഇവിടം തൊട്ട് അങ്ങോട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടല്ലോ അത് ഏകദേശം 0 ആണെന്ന് അസ്യൂം ചെയ്യും. അതെന്തുകൊണ്ട് അസ്യൂം ചെയ്തത് മനസ്സിലായോ? h/r വളരെ ചെറുതാണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എടുത്താൽ, ചെറുതിൻ്റെ സ്ക്വയർ എടുത്താൽ പിന്നെ എന്തായി പോകത്തേ ഉള്ളൂ, വീണ്ടും ചെറുതായി പോകത്തേ ഉള്ളൂ. അതെങ്ങനെയാ? ഇപ്പോൾ 0.1 ഒരു ചെറുതല്ലേ, അതിൻ്റെ സ്ക്വയർ എടുത്താൽ എന്ത് വരുന്നത്? 0.1 സ്ക്വയർ എന്ന് വെച്ചാൽ 0.01 എന്നല്ലേ വരുന്നത്? ശരിയല്ലേ പറഞ്ഞേ? അപ്പം 0.1 വളരെ വളരെ ചെറുതല്ലേ 0.01. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് വെച്ച് h/r ചെറുതായതുകൊണ്ട് h²/r², അതുപോലെ h³ പിന്നെ അങ്ങോട്ടുള്ള എല്ലാ സാധനങ്ങളും എന്താണെന്ന് അസ്യൂം ചെയ്യുകയാണ്, ഏകദേശം 0 ആണെന്ന് അസ്യൂം ചെയ്യുന്നു. അപ്പം നമ്മൾ ദാണ്ടെ ഇവിടെ നിന്നുള്ള സാധനങ്ങളെല്ലാം അങ്ങ് എന്ത് ചെയ്ത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞ് എല്ലാം 0 ആണെന്ന് എടുത്ത് ബാക്കി ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ? g'/g ഈസ് ഈക്വൽ ടു 1 - 2h /r എന്ന് കിട്ടി. ഇതിൽ നിന്ന് ഞാൻ എഴുതുകയാണ് മക്കളെ, g' ഈസ് ഈക്വൽ ടു, ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ g ഇൻറ്റു എന്തെന്ന് വരും? ബ്രാക്കറ്റിനകത്ത് ഇവിടെ പിന്നെ ആരാ ഉള്ളത്? 1 - 2h /r. ഇതാണ് റിലേഷൻ കണക്റ്റിംഗ് g' ആൻഡ് h എന്ന് പറയുന്നത്. അതായത് ഹൈറ്റിലോട്ട് പോകുന്നതനുസരിച്ച് g'-ലുണ്ടാകുന്ന മാറ്റം എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഈ ഇക്വേഷനാണ് അതിൻ്റെ ഉത്തരം. ഇത് വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹൈറ്റിലോട്ട് പോകുന്നതനുസരിച്ചിട്ടുള്ള g എന്ത് ചെയ്യുന്നത്? കണ്ടുപിടിക്കുന്നത്. ഇതിനകത്ത് ഈ g' കണ്ടോ, ഇവനാണ് ആ ഹൈറ്റിലെ g എന്ന് പറയുന്നത്. പറഞ്ഞു മനസ്സിലായോ? ഈ g' ആണ് എന്ത്? ഹൈറ്റിലുള്ള g എന്ന് പറയുന്നത്. ഇതെന്താണ് g? അത് 9.8 നമുക്കറിയാം. അതുപോലെ തന്നെ h നമുക്കറിയാമെന്ന് വിചാരിക്കുക. എത്ര ഹൈറ്റിലാണ് കണ്ടുപിടിക്കേണ്ടത്? ആ h അറിയാം. r എന്ന് പറയുന്ന എർത്തിൻ്റെ റേഡിയസ് ആണല്ലോ, അത് നമുക്കറിയാമെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? എത്ര ഹൈറ്റിലുള്ള ജിയുടെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാം. എന്താ ഇക്വേഷൻ കിട്ടിയിരിക്കുന്നത്? g' g ഇൻറ്റു 1 - 2h/r എന്നാണ്. പരീക്ഷയ്ക്ക് പല പ്രാവശ്യം ഈ ഹൈറ്റിലോട്ട് പോകുന്ന സമയത്ത് g എങ്ങനെ കണ്ടുപിടിക്കാം എന്നൊരു എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യുമെന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ പടമൊക്കെ വരച്ച് ഞാൻ ഈ ചെയ്ത് വന്ന പോലെ ചെയ്ത് വരണം വൃത്തിയായിട്ട്. പറഞ്ഞ് മനസ്സിലായല്ലോ? ഇവിടെ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് താണ്ടെ ഈ ഒരു സ്റ്റെപ്പിൽ r² പുറത്തെടുക്കുന്ന ആ ഒരു കാര്യം. പിന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇവിടെ താണ്ടെ ഇവനെ എക്സ്പാൻഡ് ചെയ്യുന്നത്, ഈ 1 + x (2) വെച്ച് ഇതിനെ എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു കാര്യം മനസ്സിലാക്കണം. എന്നിട്ട് അവിടെ നിന്നും h/rൻ്റെ സ്ക്വയർ ഉള്ളതെല്ലാം നമ്മളങ്ങ് എന്ത് ചെയ്യും? സ്ക്വയറും ക്യൂബും 4ഉം എന്താ പവർ 4ഉം പവർ 5ഉം പവർ 6ഉം വരുന്നതെല്ലാം നമ്മളങ്ങ് എന്ത് ചെയ്യും? നെഗ്ലക്ട് ചെയ്ത് കളഞ്ഞിട്ട് ആദ്യത്തെ 2 എണ്ണം മാത്രമേ എടുക്കത്തുള്ളൂ. എന്തുകൊണ്ടാണ് നെഗ്ലക്ട് ചെയ്ത് കളഞ്ഞതെന്ന് മനസ്സിലായല്ലോ? h എന്ന് പറയുന്നത് r-ആയിട്ട് കമ്പയർ ചെയ്ത് വളരെ വളരെ ചെറുതാണെന്ന് അസ്യൂം ചെയ്തു. സോ h/r വളരെ ചെറുതായിരിക്കും. അങ്ങനെയാണെങ്കിലോ h²/r², h³ h⁴/r⁴ അങ്ങനെയുള്ളതെല്ലാം ഏകദേശം എന്തായിരിക്കും? 0 ആയിരിക്കും. സോ അതെല്ലാം നെഗ്ലക്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കിയുള്ളത് എഴുതി. എന്നിട്ട് നമ്മൾ g' g ഇൻറ്റു 1 - 2h/r എന്ന് എഴുതി വെച്ചു. ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഹൈറ്റിലുള്ള എന്ത് കണ്ടുപിടിക്കുന്നത്? ജിയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. പറഞ്ഞ് മനസ്സിലായല്ലോ? ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേരെ. ഓക്കെ, അപ്പം മക്കളെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് വേരിയേഷൻ ഓഫ് ജി വിത്ത് ഹൈറ്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ഹൈറ്റിലോട്ട് പോകുന്നതിനനുസരിച്ച് ജി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും എന്നതാണ് ആ ഒരു എക്സ്പ്രഷൻ വഴി നമ്മൾ എന്ത് ചെയ്തത്? കണ്ടുപിടിച്ച് വെച്ചത്. അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യം നമ്മൾ ഷേപ്പ് വെച്ച് ജി പരിശോധിച്ച് നോക്കി. റേഡിയസ് കൂടുന്നിടത്ത് ജി എന്താണ്? കുറവാണെന്ന് മനസ്സിലായി. റേഡിയസ് കുറയുന്നിടത്ത് ജി കൂടുതലാണെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ ഹൈറ്റ് വെച്ച് നമ്മൾ പഠിച്ചു. ഹൈറ്റ് കൂടുന്നതനുസരിച്ച് ജി കുറഞ്ഞു വരും. ഹൈറ്റ് വെച്ചിട്ടുള്ള റിലേഷൻ നമ്മൾ പഠിച്ചു വെച്ചത് ഇങ്ങനെയാണ്. ആ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് g' g ഇൻറ്റു 1 - 2h /r എന്ന് പറഞ്ഞാൽ പഠിച്ചു വെച്ചിരിക്കുന്നത്. അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ജിയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിച്ചെടുക്കാം ഏത് ഹൈറ്റിലോട്ട് പോകുന്ന സമയത്ത്. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കണം, ഡെപ്തിലോട്ട് പോയാൽ ജിക്ക് എന്ത് സംഭവിക്കും? നമ്മുടെ ഇപ്പം നമ്മൾ പോയത് എവിടുന്ന് എങ്ങോട്ടാണ്? സർഫസിൽ നിന്നും മുകളിലോട്ടാണ് പോയത്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് സർഫസിൽ നിന്ന് താഴോട്ടാണ്. അപ്പോൾ സർഫസിൽ നിന്ന് താഴോട്ട് പോവുകയാണെങ്കിൽ ഈ പറയുന്ന ജിയിൽ എന്ത് മാറ്റം ഉണ്ടാകും എന്നതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെക്കണം. നേരത്തെ പോലൊക്കെ തന്നെ എർത്ത് കൺസിഡർ ചെയ്യുകയാണ്. എർത്തിൻ്റെ മാസിനെ ക്യാപിറ്റൽ M എന്നൊക്കെ വിളിച്ചു. സെൻറ്ററൊക്കെ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചു. എർത്തിൻ്റെ റേഡിയസിനെ ഞാൻ ക്യാപിറ്റൽ R എന്നൊക്കെ ഞാൻ വിളിക്കുകയാണ്. നേരത്തെ നമ്മൾ സർഫസിൽ നിന്ന് മുകളിലോട്ടല്ലേ പോയി. ഇപ്പം നമുക്ക് ഡെപ്തിലോട്ടാണ് പോകേണ്ടത്. അപ്പോൾ സർഫസിൽ നിന്ന് എങ്ങോട്ട് വരണം? താഴേക്ക് വരണം. ഇപ്പം ഞാൻ പറയുകയാണ് ഒബ്ജക്റ്റ് താണ്ട് ഇവിടെ ഇരിക്കുകയാണെന്ന് വെച്ചു, ഏകദേശം ഇവിടെയായിട്ട് സർഫസിൽ നിന്ന് താഴെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഡെപ്തിനെ ഞാൻ h എന്ന് തന്നെ വിളിക്കുകയാണ്. നേരത്തെ പോലെ ഡെപ്തിനെയും നേരത്തെ ഹൈറ്റിനെ h എന്ന് വിളിച്ചു, ഇവിടെ ഡെപ്തിനെ ഞാൻ എന്ത് തന്നെ വിളിച്ചു? h എന്ന് വിളിച്ചു. അപ്പോൾ സർഫസിൽ നിന്ന് ഒരു h ഡെപ്ത് താഴോട്ടാണ് ആ വസ്തു എന്ത് ചെയ്യുന്നത്? ഇരിക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ കുറച്ച് മുന്നേ നമ്മൾ പഠിച്ചു വെച്ചിരുന്നു
എർത്തിൻ്റെ ഡെൻസിറ്റി അഥവാ റോ കണ്ടുപിടിക്കുന്ന ഫോർമുല കുറച്ച് മുന്നേ നമ്മൾ പഠിച്ചതാണ്. ഡെൻസിറ്റി റോ കണ്ടുപിടിക്കുന്ന ഫോർമുലയാണ് 3g ഡിവൈഡഡ് ബൈ 4πrg. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തേ, നേരത്തെ എർത്തിൻ്റെ ഡെൻസിറ്റി നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ജിയുടെ എക്സ്പ്രഷൻ എങ്ങനെ എഴുതാൻ പറ്റും? ദാറ്റ് ഈസ് ജി ഈസ് ഈക്വൽ ടു എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് വരുന്നത് 4πr റോ ജി, 4πr എന്നിട്ട് ഈ റോ ഞാനിവിടെ ഇടയ്ക്ക് കയറ്റി കുടിച്ച് വെച്ചു, വ്യത്യാസമൊന്നുമില്ല. 4πr റോ ജി ഡിവൈഡഡ് ബൈ ഈ ഒരു 3 ഉണ്ടല്ലോ, ആ 3 ഞാൻ താഴോട്ടങ്ങ് എഴുതി. അപ്പോൾ ഇങ്ങനെ നമുക്ക് ജിയുടെ ഒരു എക്സ്പ്രഷൻ എഴുതാൻ പറ്റും. ജി ഇസ് ഇക്വൽ ടു 4πr റോ ജി ഡിവൈഡ് ബൈ 3. എർത്തിൻ്റെ ഡെൻസിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ജിയുടെ വാല്യൂ ഈ എക്സ്പ്രഷൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. അപ്പം എർത്തിൻ്റെ സർഫസിലുള്ള ജി ആണ് ഇത് വെച്ച് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിലേ ഡെപ്തിലോട്ട് പോകുന്ന സമയത്തുള്ള ജി ഈ ഇക്വേഷൻ വെച്ച് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമായിരിക്കും? അപ്പം ഡെപ്തിലോട്ട് പോകുന്ന ആ ഒരു ജിയെ ഞാൻ നേരത്തെ പോലെ ഞാൻ ജി ഡാഷ് എന്ന് വിളിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ജി ഡാഷ് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ജി ഡാഷ് ഈസ് ഈക്വൽ ടു, ഇവിടെ ഒരു 4π ഉണ്ട്, ഇത് റേഡിയസ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ ആ സെൻറ്ററിൽ നിന്ന് സർഫസിലേക്കുള്ള ഡിസ്റ്റൻസ് ആയിരുന്നു. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ ഒബ്ജക്റ്റ് ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് മതി. ഇത് മൊത്തം വേണോ? വേണ്ട. ഇത് മൊത്തം റേഡിയസ് 6 ആണ്. ഇത്രയും ഡിസ്റ്റൻസ് h ആണെങ്കിൽ ഇതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഈ 6ൽ നിന്ന് ഈ h അങ്ങ് എന്ത് ചെയ്താൽ മതി, കുറച്ച് വെച്ചാൽ മതിയല്ലോ. അപ്പോൾ നമുക്ക് ഈ 6 കിടക്കുന്നിടത്ത് എന്താ വരുന്നത്? ദാറ്റ് ഈസ് r മൈനസ് h എന്ന് വരുന്നു. അതിനൊരു ബ്രാക്കറ്റിനകത്ത് ഇട്ട് കൊടുത്ത് പിന്നെ റോ ഉണ്ട്, പിന്നെ ഒരു ജി അവിടെയുണ്ട്, ഡിവൈഡഡ് ബൈ എന്താ മക്കളെ ഉള്ളത്? 3 ഉണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ജിക്ക് ഒരു എക്സ്പ്രഷൻ എഴുതി, അതുപോലെ തന്നെ ഞാൻ ജി ഡാഷിന് മറ്റൊരു എക്സ്പ്രഷൻ എഴുതി. ഇനി നേരത്തെ പോലെ തന്നെ ഇതിനെ 1 എന്ന് വിളിച്ചു, ഇതിനെ 2 എന്ന് വിളിച്ചു, എന്നിട്ട് 2 ഡിവൈഡ് ബൈ 1 എടുക്കുകയാണ്. അപ്പോൾ 2 ഡിവൈഡഡ് ബൈ 1 എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും മക്കളെ വരുന്നത്? അതായത് ജി ഡാഷ് ഡിവൈഡഡ് ബൈ ജി, ജി ഡാഷ് ജി ഡിവൈഡഡ് ബൈ ജി ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ ഇവിടെ എന്തൊക്കെയുള്ള നോക്കി, ഇവിടെ ഒരു 4π ഉണ്ട്, ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഇവിടെ ഒരു r മൈനസ് h ഉണ്ട്, പിന്നെ ഒരു റോ ഉണ്ട്, ഒരു ജി ഉണ്ട്, ഡിവൈഡഡ് ബൈ 3 ഇവിടെ ഉണ്ട്. ഇതിനെ ഇത് വെച്ചല്ലേ ഡിവൈഡ് ചെയ്യണ്ടേ? അപ്പോൾ ഈ സാധനത്തിൻ്റെ റെസിപ്രോക്കൽ എടുത്ത് നമുക്ക് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻറ്റു ഇട്ടിട്ട് റെസിപ്രോക്കൽ എടുക്കുമ്പോഴത്തേക്ക് ഇതങ്ങ് എന്ത് ചെയ്യും? മോളിപ്പോവും. അതായത് 3 മോളിപ്പോയി, ഡിവൈഡഡ് ബൈ താഴെ എന്തോ പിന്നുള്ളേ, താഴെയുള്ളത് 4πr ഉണ്ട്, റോ ഉണ്ട്, ജി ഉണ്ട്. ശരിയല്ലേ? ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്ത് അവിടെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് വേറെ ഒന്നും ചെയ്തില്ല. ആണ്ടേ 3 ക്യാൻസലായിപ്പോയി, 4π ക്യാൻസലായിപ്പോയി, റോ ജി ക്യാൻസലായിപ്പോയി. ബാക്കി ഇവിടെ എന്തോ ഉള്ളേ? ജി ഡാഷ് ഡിവൈഡഡ് ബൈ ജി ഈസ് ഈക്വൽ ടു, ഇവിടെ ഒരു മുകളിൽ പിന്നെ ഒരു r മൈനസ് h മാത്രമല്ലേ ഉള്ളൂ, ഡിവൈഡഡ് ബൈ ഇവിടെ പിന്നെ എന്ത് മാത്രമേ ഉള്ളൂ? 6 മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ക്യാൻസലായിപ്പോയി. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിനെങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ജി ഡാഷ് ഡിവൈഡഡ് ബൈ ജി ഈസ് ഈക്വൽ ടു, ഇവിടെ താഴെ 6 കിടക്കുന്നുണ്ടോ? അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ 6നെ എനിക്ക് ക്യാൻസൽ ചെയ്ത് കളയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടുന്ന് ഒരു 6 കോമൺ എടുക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് എങ്ങനെ 6 കോമൺ എടുക്കുന്നേ? 6 കോമൺ എടുത്തു കഴിഞ്ഞാൽ 6ൽ നിന്ന് 6 കോമൺ എടുത്താൽ അവിടെ പിന്നെ ഒരു 1 കിട്ടും, പിന്നെ ഈ മൈനസ് ഇട്ട് ഇവിടെ h കിടക്കുന്നത്, എച്ചിൽ നിന്നാണ് 6 കോമൺ എടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ പഠിച്ച് വെച്ചേക്കണം, എച്ചിനകത്ത് 6 വല്ലതും ഉണ്ടോ? ഇല്ല. അപ്പോൾ 6 കോമൺ എടുക്കണമെങ്കിൽ ഇല്ലാത്തൊരു സ്ഥലത്തു നിന്ന് ഒരു 6 കോമൺ എടുക്കണമെങ്കിൽ അവിടെ ചെയ്യേണ്ടത് ആ കിടക്കുന്നതിൻ്റെ താഴെ ഒരു 6 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ശരിയാവും. ഒന്ന് മൾട്ടിപ്ലൈ നോക്കി, 6 × 1 6 കിട്ടിയല്ലോ. പിന്നെ 6 × h/r ചെയ്യുമ്പം 6 കട്ടായി പോവും, ബാക്കി എന്ത് മാത്രമേ വരത്തുള്ളൂ? h മാത്രമേ വരത്തുള്ളൂ. താഴെ നമ്മുടെ 6 ഉണ്ട്, ഈ ആറിനെയും വെട്ടിക്കളഞ്ഞല്ലോ. ബാക്കി എന്ത് വന്നേ? ദാറ്റ് ഈസ് ജി ഡാഷ് ഡിവൈഡഡ് ബൈ ജി ഈസ് ഈക്വൽ ടു 1 മൈനസ് എന്തെന്ന് വന്ന് h ഡിവൈഡഡ് ബൈ 6 എന്ന് വന്നില്ലേ? ഇതിൽ നിന്ന് ജി ഡാഷിൻ്റെ എക്സ്പ്രഷൻ എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ജി ഡാഷ് ഈസ് ഈക്വൽ ടു, അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ, ജി ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് 1 മൈനസ് h ഡിവൈഡഡ് ബൈ 6. ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ഡെപ്തിലെ ജിയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. വളരെ സിമ്പിളാണ്. ജി ഡാഷ് ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് h/r. നേരത്തെ എക്സ്പ്രഷനിൽ നിന്ന് ഇവിടെ വരുമ്പോൾ ഒരു വ്യത്യാസം ഇത്രയേ ഉള്ളൂ. നേരത്തെ ജി ഡാഷ് ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു എന്ത് വന്നേ? 1 മൈനസ് 2h/r എന്നായിരുന്നു. ഇവിടെ ഒരു 2ൻ്റെ കുറവുണ്ട്, ഇവിടെ 2 മാറി പകരം വെറും h/r മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡെപ്തിലോട്ട് പോകുന്നതിനനുസരിച്ചിട്ടുള്ള ജിയുടെ വാല്യൂ എന്ത് ചെയ്യാം? കണ്ടുപിടിച്ചെടുക്കാം. പറഞ്ഞ് മനസ്സിലായല്ലോ? ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു ഡെറിവേഷൻ. രണ്ടും വളരെ സിമ്പിളാണ്. ഹൈറ്റിൻ്റെയും പഠിച്ചു വെക്കണം, ഡെപ്തിൻ്റെയും പഠിച്ചു വെക്കണം. ഓക്കെ, ഇപ്പോൾ ഡെപ്തിൻ്റെ ഹെഡിങ് ഒക്കെ കൊടുത്തിട്ട് വേരിയേഷൻ ഓഫ് ജി വിത്ത് ഡെപ്ത് എന്നൊരു ഹെഡിങ് കൊടുത്തിട്ട് ഈ പടം വരച്ച് ഇത്രയൊന്ന് റെപ്രസെൻറ്റ് ചെയ്ത് വെച്ച് പെട്ടെന്നാവട്ടെ. അപ്പോൾ എല്ലാ കുട്ടികളും ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് ഫിസിക്സിലെ പുതിയ ഒരു ചാപ്റ്ററായ ഗ്രാവിറ്റേഷൻ എന്നൊരു ചാപ്റ്ററാണ്.
അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്തത് എന്താണ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്നതാണ്. അപ്പോൾ ഈ ഒരു ലോ അനുസരിച്ച് നമ്മൾ പഠിച്ചത് നമ്മുടെ യൂണിവേഴ്സിലെ ഏതൊക്കെ രണ്ട് വസ്തുക്കൾ എടുത്താലും ഇവർ തമ്മിലൊരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. അത് കണ്ടുപിടിക്കുന്ന എക്സ്പ്രഷൻ നമ്മൾ ആ ലോ അനുസരിച്ച് പഠിച്ചു. അതുപോലെ തന്നെ ആ ഒരു ലോയിൽ നിന്നൊരു പുതിയ കോൺസ്റ്റൻറ്റ് പരിചയപ്പെട്ടു. അതിൻ്റെ യൂണിറ്റും ഡയമെൻഷനൊക്കെ നമ്മൾ പഠിച്ചു. പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്തത് സ്മോൾ ലെറ്റർ ജിയും ക്യാപിറ്റൽ ലെറ്റർ ജിയും തമ്മിലുള്ള റിലേഷനാണ്. അപ്പോൾ അതൊരു ഡെറിവേഷനിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, നമുക്ക് ലഭിച്ചത് G=GM/r² എന്നായിരുന്നു. അതുപോലെ തന്നെ പിന്നീട് നമ്മൾ പഠിച്ചത് ഈ സ്മോൾ ലെറ്റർ ജിക്ക് എർത്തിൻ്റെ ഷേപ്പിനനുസരിച്ചും എർത്തിൽ നിന്ന് ഹൈറ്റിലോട്ട് പോകുന്നതനുസരിച്ചും എർത്തിൻ്റെ സർഫസിൽ നിന്ന് ഡെപ്തിലോട്ട് പോകുന്നതനുസരിച്ചും ആ ജിക്ക് ഉണ്ടാകുന്ന മാറ്റം എങ്ങനെ കണ്ടുപിടിക്കാം എന്നതും കുറച്ച് ഡെറിവേഷൻസിലൂടെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കി വെച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ എല്ലാ കുട്ടികളും ഇന്ന് പഠിപ്പിച്ച അത്രയും ടോപ്പിക്ക്, അത്രയും കാര്യങ്ങൾ, ആ ഡെറിവേഷൻസൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയേ പെട്ടെന്നാവട്ടെ.